മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ ആധ്യാത്മികമായിട്ടുള്ള വളർച്ച നാം പരിശോധിക്കുമ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്ഥാനം എന്താണ് എന്നുള്ളത് നമ്മളെല്ലാവരും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. വൈദികര് ഭവന സന്ദർശനത്തിനായിട്ട് വീടുകളിൽ ചെല്ലുമ്പോൾ ധാരാളം ഭവനങ്ങൾ എഴുതി വച്ചിരിക്കുന്ന ഒരു വേദവാക്യമുണ്ട്. യെശയ്യാ പ്രവചനം 41-ാം അധ്യായം 10-ാമത്തെ വാക്യം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ സഹായിക്കും, ശക്തീകരിക്കും, ബലമുള്ള ഭുജം കൊണ്ട് നിന്നെ താങ്ങും. ഇതാണ് വാക്യം. ഇതൊരു യാഥാർത്ഥ്യമാണ്. അതിൽ ആക്ഷരികമായിട്ടത് വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ അല്പം കുഴപ്പമുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഏത് പ്രതിസന്ധിയിലും നിലത്ത് കാല് തൊടാൻ ഇടയാകാതെ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് പലപ്പോഴും ആ വാക്യം വായിക്കുമ്പോൾ പലരുടെയും മനസ്സിൽ വരുന്ന ഒരാശയം. എൻ്റെ വിശ്വാസത്തിൽ ദൈവം വല്ലപ്പോഴുമൊക്കെ നമ്മെ നിലത്ത് വെക്കാറുണ്ട്. പക്ഷെ കൃപ കൊണ്ട് നമ്മളെ പൂർണ്ണമായി ബന്ധിച്ചിട്ടാണ് ഈ നിലത്ത് വെക്കാറുള്ളത്. അങ്ങനെ നിലത്ത് ജീവിതത്തിന്റെ നല്ലൊരു സാഹചര്യത്തിൽ കാല് കുത്തി നിന്ന് ദൈവകൃപയിൽ ജീവിതത്തെ അതിജീവിച്ച ഒരു പിതാവിനെയാണ് യഥാർത്ഥത്തിൽ നാം ഈ പെരുന്നാളിൽ അനുസ്മരിക്കുന്നത്. ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലും ദൈവം എനിക്ക് ആരാണ് എന്നുള്ള അന്വേഷണം കൃത്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പാടുന്ന പാട്ടുകളൊക്കെ ആരാധനയുമായി ബന്ധപ്പെട്ടല്ല, മറ്റ് നമ്മൾ കൺവെൻഷൻ ഗീതങ്ങളൊക്കെ ആയി പാടുന്ന പാട്ടുകളൊക്കെ നോക്കിയാലും ദൈവം മനുഷ്യകുലത്തിന് എന്താണ് എന്ന് കൃത്യമായി പറയുന്ന പാട്ടുകളാണ് ഏറെയും. പക്ഷെ ഞാൻ ആഗ്രഹിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യുന്നൊരു കാര്യം, നാം ദൈവത്തിന് എന്താണ് എന്ന് നാം കണ്ടുപിടിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നിന്റെ സന്ദേശമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത്രയും കാലമായി നാം എന്ത് അന്വേഷിച്ചാലും ഇല്ലെങ്കിലും ദൈവം നമുക്ക് വളരെ കൃത്യമായി ആ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, ഒരു മാറ്റവും വരുന്നില്ല. പക്ഷെ ജീവിതം കൊണ്ട് നാം ദൈവത്തിന് ചിലതൊക്കെയാണ് എന്ന് തെളിയിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നാം ജീവിക്കുന്നത്. പൗരോഹിത്യ സമൂഹം മാത്രമല്ല, വിശ്വാസ സമൂഹവും ആ നിലയിൽ ഞാൻ ദൈവത്തിന് എന്താണ് ഈ തലമുറയിലെന്ന് പിതാക്കന്മാരുമായുള്ള ബന്ധത്തിൽ ബോധ്യപ്പെട്ട് അവതരിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുന്നു. അത് സാധ്യമാകത്തക്ക നിലയിൽ വേണം നാം നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തി എടുക്കാനായിട്ട് എന്നുള്ളതാണ് എനിക്ക് ഓർമ്മപ്പെടുത്തുവാനായിട്ടുള്ളത്. അതുകൊണ്ട് ജീവിതത്തിൽ ആ ഒരു കാര്യം കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ നാം എല്ലായ്പ്പോഴും ഇങ്ങനെ അർത്ഥസത്യത്തിലും പകുതി വളർന്നവരുമായി മാത്രം ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്നവരാകും. ജീവിതത്തിൽ നമുക്ക് കരഗതമായിരിക്കുന്ന ആകേണ്ടിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, ദൈവം നമുക്ക് ഇന്നതാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നാം ദൈവത്തിന് ഇന്നതാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എക്സ്പെക്ട് ഗ്രേറ്റ് തിങ്സ് ഫ്രം ഗോഡ് ആൻഡ് അറ്റംപ്റ്റ് ഗ്രേറ്റ് തിങ്സ് ഫോർ ഗോഡ് എന്നുള്ളത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോ ദൈവത്തിൽ നിന്ന് വൻ കാര്യങ്ങൾ പ്രതീക്ഷിക്കുക, ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുക. പ്രതീക്ഷിക്കുന്നത് നമുക്ക് ഇതുവരെ ഒരു പഞ്ഞവും വന്നിട്ടില്ല. അത് വളരെ കൃത്യമായി നടക്കുന്നുണ്ട്. പക്ഷെ തിരിച്ച് അറ്റൻഡ് ചെയ്യുന്ന കാര്യത്തിലാണ് നമുക്ക് പരിമിതികൾ സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു വെല്ലുവിളി നാം പിതാക്കന്മാരുടെ വിശുദ്ധ ജീവിതത്തെ പരാമർശിക്കുമ്പോൾ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ദൈവത്തിന് വേണ്ടി അവർ വൻകാര്യങ്ങൾ ചെയ്തത് എന്ന് കണ്ടെത്താനായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്യമം നമ്മുടെ ജീവിതത്തിൽ പഠനത്തോടൊപ്പം ഉണ്ടാകണം, ആരാധനാ ജീവിതത്തോടൊപ്പം ഉണ്ടാകണം എന്നുള്ളതാണ് ആമുഖമായി എനിക്ക് ഓർമ്മപ്പെടുത്തുവാനായിട്ടുള്ളത്. ആരാണ് ഒരു വിശുദ്ധൻ എന്നതിനെ കുറിച്ച് ഒരു ധാരാളം ഡെഫിനിഷൻസ് ഉണ്ടാവും. അതിൽ എന്നെ വളരെ ആകർഷിച്ചിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഉണ്ട്. എ സെയിന്റ് ഈസ് വൺ ഹു does simple things with extraordinary devotion. A saint is one who does simple things with extraordinary devotion. അസാധാരണ സമർപ്പണത്തോടുകൂടെ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നവനാണ് ഒരു വിശുദ്ധൻ. നമ്മുടെ ഭാവം വാസ്തവത്തിൽ മാറണം ഈ ഒരു വിഷയത്തിൽ. നമ്മുടെയൊക്കെ ഒരു ധാരണ, ആരാണ് വിശുദ്ധൻ എന്ന് ചോദിച്ചാൽ നമുക്ക് അക്സസ് ഇല്ലാത്ത വളരെ ഔന്നത്യത്തിൽ കഴിയുന്ന ഒരു വ്യക്തിയാണ് വിശുദ്ധൻ എന്നുള്ളതാണ് ഇതുവരെയുള്ള നമ്മുടെ ഒരു ധാരണ. ആ ധാരണ തമ്മിൽ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഒരു പങ്ക് സഭയ്ക്കുമുണ്ട് എന്ന് പറയേണ്ടി വരും. ഞാനിവിടെ തിരുമേനിയുടെ പെരുന്നാളിന് സ്ഥിരമായി വരുന്ന ഒരു വൈദികനാണ്. ഇവിടുത്തെ പ്രസംഗത്തിൽ പലപ്പോഴും തിരുമേനി അപായപ്പെടുത്തുവാൻ വന്നവൻ
ഗോവേണി ഒടിഞ്ഞ് താഴെ വീണതും അത് തിരുമേനിയുടെ വിശുദ്ധിയുടെ ഒരു ഭാഗമാണെന്ന് ഇവിടെ പ്രസംഗിക്കുന്ന ഞാൻ കേട്ടിട്ടുള്ള ആളാണ്. പരിമലയിൽ പ്രസംഗിക്കുന്ന കേട്ടിട്ടുണ്ട്. പരിമല തിരുമേനിയുടെ ഫോട്ടോ എടുക്കാൻ വരുമ്പോ സൂര്യൻ ജ്വലിച്ച് നിൽക്കുകയായിരുന്നു. തിരുമേനി കൈവീശിയപ്പോ ആ ഒരു സെക്കൻഡ് നേരത്തേക്ക് സൂര്യൻ മറഞ്ഞു. അങ്ങനെ സായിപ്പ് ഫോട്ടോ എടുത്തു വന്നു. അപ്പൊ നമ്മുടെയൊക്കെ ഒരു ധാരണ എന്താണ്? ആരാണ് ഈ വിശുദ്ധൻ? മനുഷ്യ ജീവിതത്തിന്റെ പച്ചയായ അനുഭവങ്ങളോട് വലിയ ബന്ധമൊന്നുമില്ല, അക്സസ് ഇല്ലാതെ വളരെ സെലസ്റ്റിയലായി എല്ലായ്പ്പോഴും നിൽക്കുന്ന, നമുക്കൊരിക്കലും എത്തിപ്പിടിക്കാൻ നമുക്ക് ആകെ പിന്നെ പറ്റുന്നത് എന്താണ്? പെരുന്നാൾ ആഘോഷിക്കുക. ആകെ നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു കാര്യം അനുസ്മരണം നടത്തുക, പെരുന്നാൾ ആഘോഷിക്കുക, ഇങ്ങനെ പോവുക. ഇതാണ് വേണേ പദയാത്ര നടത്തുക, സമ്മേളനം നടത്തുക. ഇതൊക്കെയാണ് നമ്മളെ കൊണ്ട് കഴിയുന്ന സാധാരണ നിലയിൽ ഒരു ശരാശരി വിശ്വാസി എന്നുള്ള നിലയിൽ നമ്മെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യം. ഇതൊക്കെ മാത്രമാണ്. ഇതിനപ്പുറം ഒരു കാര്യത്തിന് നമുക്ക് പ്രാപ്തിയില്ല. കാരണം നമുക്ക് എത്തിപ്പിടിക്കാൻ വയ്യാത്ത തലത്തിലാണ് അവർ നിൽക്കുന്നത് എന്നൊരു ചിന്ത നമുക്കുണ്ട്. പരിമല പെരുന്നാളിനോടനുബന്ധിച്ച് ഒരു ദിവസത്തെ പ്രസംഗം എനിക്കുണ്ടായിരുന്നു. ഞാൻ യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ നിന്നാണ് പ്രസംഗിച്ചത്. അവിടെ ഏലിയാവിനെ കുറിച്ചൊരു വാക്ക് പറയുന്നുണ്ട്. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു എന്നാണ് പറയുന്നത്. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു അവൻ പ്രാർത്ഥിച്ചപ്പോൾ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ പറയുന്നത്. അതുകൊണ്ട് ഒരു വിശുദ്ധനും നമ്മിൽ നിന്ന് വ്യത്യസ്തമായി ജനിച്ചവരല്ല. പക്ഷെ ജനിച്ച് കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തിയെടുത്തപ്പോൾ വ്യത്യസ്തമായി അവർ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തി എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത. നമുക്ക് സമാനമായി ജനിച്ചവരാണ് എല്ലാ വിശുദ്ധന്മാരും. ഞാൻ കഴിഞ്ഞ 2 മാസം മുമ്പ് ദുബൈയിൽ പോയി. ദുബൈയില് പ്രസംഗത്തില് യുവന പ്രസ്ഥാനവുമായി സംവേദിച്ചപ്പോൾ അതിന്റെ വൈസ് പ്രസിഡന്റ് എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്. ഈ വട്ടശ്ശേരി തിരുമേനിയെ കൊല്ലാനായിട്ട് പോയ ആ മനുഷ്യൻ വീണൊടിഞ്ഞ ആ ഏണിയുടെ ഒരു അംശം കിട്ടുമോ? എന്തിനാണെന്നറിയാമോ? അറിയാമോ? മനസ്സിലായല്ലേ? തിരുശേഷിപ്പായിട്ട് വെക്കാൻ വേണ്ടി. അദ്ദേഹം നല്ല ബോധ്യമുള്ളൊരു വിശ്വാസിയാണ്. ഈ വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞയാൾ കളിയാക്കി ചോദിച്ചതാണ്. ചോദ്യം കളിയാക്കി ചോദിച്ചതാണ്. ആ ഏണിയുടെ ഒരു അംശം എവിടുന്നെങ്കിലും കിട്ടുമോ? നമ്മുടെ ആത്മീയത ഇതിൽ തളച്ചു കിടക്കുകയാണ്. ഇതിൽ നമ്മൾ ഇതുവരെ വളർന്നിട്ടില്ല. ഇതുവരെ നാം ഇതിൽ നിന്ന് വളർന്നിട്ടില്ല. ഞാനിപ്പോൾ വികാരിയായിരിക്കുന്ന വട്ടശ്ശേരി തിരുമേനിയുടെ ഇടവപ്പള്ളിയിലാണ്. അവിടെ തിരുമേനിയുടെ ദൃശേഷിപ്പ് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് അറിയാമോ? തിരുമേനിയുടെ കണ്ണാടിയുടെ ഫ്രെയിമും മുറുക്കാൻ ചെല്ലു. മുറുക്കാൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു പാവമായിട്ട് കാണേണ്ടതില്ല. ഇന്ന് വരെ ഞാനും ധൂപം വെച്ചിട്ടില്ല. ഇന്ന് വരെ ധൂപം വെച്ചിട്ടില്ല, വെക്കുകയുമില്ല. അതൊരു തിരുശേഷിപ്പാണെന്ന് എനിക്ക് ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല. തൊട്ടപ്പുറ പരിമല തിരുമേനിയുടെ വെച്ചിട്ടുണ്ട്. അതിന് നല്ല പേടകമാണ്. ത്രോണോസിനൊക്കെ ഭംഗിയായിട്ട് ഇത് രണ്ടും ഇരിക്കുന്നത്. തൊട്ടപ്പുറ വെച്ചിട്ടുണ്ട്. അതിനകത്തുള്ളത് തിരുമേനിയുടെ ഒരു കൈയെഴുത്ത് പ്രതിയുടെ ഫോട്ടോ കോപ്പിയുമാണ്. അതിന് ധൂപം വെക്കാനുള്ള മണ്ടത്തരം എനിക്കില്ല. ഞാൻ ഓർപ്പിക്കുന്ന ഒരു കാര്യം, ആരെങ്കിലും എന്തെങ്കിലും അതാണെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെക്കുറിച്ചൊരു ബഹുമാനം വേണ്ടേ? നമ്മളെക്കുറിച്ചൊരു ബോധ്യം വേണ്ടേ? നമുക്ക് വാസ്തവത്തിൽ പിതാക്കന്മാർക്ക് ധൂപം വെക്കാൻ ഈ പറയുന്ന കഷ്ണങ്ങളൊന്നും ആവശ്യമില്ല. ഒരു കുരിശും 2 മെഴുതിരിക്കാലും വെച്ചാൽ ക്രിസ്തുവിൽ അവർ ജീവിക്കുന്നുള്ള പൂർണ്ണ ഉത്ബോധത്തോടെ ധൂപം വെച്ച് കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ഈ കുരിശിനെ ഡിവാലുവേറ്റ് ചെയ്യുക നമ്മൾ. മനസ്സിലായില്ലേ? കണ്ണാടിയും ചെല്ലത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നമ്മൾ ഈ കുരിശ് വെച്ച് കഴിഞ്ഞാൽ കുരിശിന്റെ അർത്ഥം പോയി. അവിടെയാണ് നമ്മൾ കാണേണ്ട കാര്യം. കുരിശിന്റെ മൂല്യം പോയി. ഇത് പറഞ്ഞു തരാൻ ഇന്ന് ആരും ഇല്ലാതെ പോയി. നമ്മുടെ ഗതികേട് അവിടെയാണ്. ധൂപം വെക്കാൻ ധാരാളം പേരുണ്ട്, സ്ഥാപിക്കാൻ ധാരാളം പേരുണ്ട്. പക്ഷെ സ്ഥാപിക്കാൻ ധൂപം വെക്കാൻ ആളുണ്ട്, ഇത് പറഞ്ഞു തരാൻ ആളില്ലാതെ പോകുന്നത് ഈ സഭയുടെ ഗതികേടാണ്. നമുക്ക് അവിടെ വരെ പോയാൽ മതി അപ്പൊ വിശുദ്ധനെ കാണാനായിട്ട്. മനസ്സിലായില്ലേ? ഈ ഫോട്ടോ കോപ്പിയുടെ അടുത്ത് വരെയും ഈ പറയുന്ന കണ്ണാടി ചെല്ലത്തിന്റെ ഒക്കെ അടുത്ത് വരെ പോയാൽ മതി. ഇതാണ് നമ്മുടെ ഒരു ഇന്നത്തെ ഗതികേടെന്ന് പറയും. അപ്പൊ അതുകൊണ്ട് ഒരു വിശുദ്ധന്റെ പെരുന്നാൾ അവന്റെ സഹനത്തെ ഈ തലമുറയിൽ ഭംഗിയായി ജീവിതത്തിലൂടെ അവതരിപ്പിക്കുന്നതാണ്. ഒരു വിശുദ്ധന്റെ സഹനത്തെ നാം ആയിരിക്കും തലമുറയിൽ ഭംഗിയായി അവതരിപ്പിക്കുന്നതിന്റെ പേരാണ് പെരുന്നാൾ ആഘോഷം എന്ന് പറയുന്നത്. അത് ജീവിതം കൊണ്ട് അവതരിപ്പിക്കുകയും അനന്തര തലമുറയ്ക്ക് സജീവമായി പകർന്നു കൊടുക്കുകയും ചെയ്യുന്നതിന്റെ പേരാണ് പെരുന്നാൾ ആഘോഷം എന്ന് പറയുന്നത്. എവിടെങ്കിലും നടക്കുന്നുണ്ടോ? നടക്കുമോ? ഇനിയും ഈ മലങ്കര സഭയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇനി നടക്കുമോ? വളരെ സാധ്യത കുറവാണ്. നമുക്കിപ്പോ ഏറ്റവും കൂടുതൽ വേണ്ടിയ സ്പോൺസർഷിപ്പാണല്ലോ. ഞാൻ കുറെ കാലം മുമ്പ് വികാരിയായിരുന്ന ഒരു പള്ളിയില് അവിടുത്തെ ഒരു ത്രോണോസ് കുര്യാക്കോസായുടെ നാമത്തില. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പാലിക്കരപ്പള്ളി വികാരിയായിരിക്കുമ്പോൾ
ആ ഇടവാംഗമായിരിക്കുന്ന ഗൾഫിൽ ജോലി ചെയ്യുന്ന അവധിക്കാലത്ത് മാത്രം വരുന്ന ഒരു മനുഷ്യൻ, 50 വയസ്സുകളിന് മേളിൽ പ്രായമുള്ള ആളാണ്. അപ്പൊ അദ്ദേഹത്തെ ആ പള്ളി സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് വെച്ച് ഞാൻ കണ്ടു. അവധിക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, വെച്ചാ കുറിയാക്കോസായുടെ പെരുന്നാൾ ഇപ്രാവശ്യം ഭംഗിയായിട്ട് ഞങ്ങൾ ആഘോഷിച്ചു. ശിങ്കാരി മേളത്തിന് 40,000 രൂപ ഞാനാണ് കൊടുത്തത്. അപ്പൊ ഞാൻ പറഞ്ഞു, ശനിയാഴ്ച വൈകിട്ടില്ലായിരുന്നു നിങ്ങളുടെ റാസ ആയിരുന്നു. ഞാൻ പാലേക്കര പള്ളിയിൽ നമസ്കാരം നടത്താൻ ശനിയാഴ്ച വൈകിട്ട് പോകുമ്പോൾ തോട്ടഭാഗം ജംഗ്ഷനിൽ വെച്ച് കുറിയാക്കോസായെ ഞാൻ കണ്ടു. വടി കുത്തിപ്പിടിച്ച് തിരുവല്ലയ്ക്ക് വളരെ സ്പീഡിൽ പോകുന്നു. കാരണം ഇവിടെ പെരുന്നാൾ നടക്കുന്നതായിട്ട് അദ്ദേഹം അറിഞ്ഞു. മനസ്സിലായില്ലേ? ഈ പള്ളിയിൽ പെരുന്നാളുണ്ട്, ഇത് ശിങ്കാരി മേളത്തിന് 40,000 കൊടുത്തു എന്ന് ഇദ്ദേഹം കൊടുത്തു എന്നുള്ള വിവരം അറിഞ്ഞു. ആ സെക്കൻഡിൽ അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി. വളരെ സ്പീഡിൽ തിരുവല്ലയ്ക്ക് പോകുന്നു കുറിയാക്കോസഹത. എന്തൊരു ഗതികേടാ നമ്മുടെ, എന്തൊരു ഗതികേടാ. ആരുണ്ടിത് പറയാൻ? അതുകൊണ്ട് ഇവിടെ ഞാൻ കാണുന്നത് ഈ സഭയുടെ നാളുകളുടെ മുഖങ്ങളെയാണ്. മറ്റുള്ളവരധികം പേര് ഇല്ല, അവരോട് ചേർത്ത് ഞാൻ പറയുകയാണ്. അല്പം ഒരു ബോധ്യം, കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല, പക്ഷെ അല്പം ഒരു ബോധ്യം നമ്മളെയെങ്കിലും ഭരിക്കണം ഈ പിതാക്കന്മാരുടെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ എന്നുള്ളത് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നാളെ ഒന്നും നിങ്ങൾ എന്നെ വിളിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഞാൻ ഇന്ന് ഇത് തന്നെ ഞാൻ തർക്കിച്ചിട്ടാവുന്നേ. അച്ഛനോട് ഞാൻ വരില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. ഞാൻ ബുദ്ധിമുട്ട് പറഞ്ഞതിന് ശേഷം അച്ഛൻ നിർബന്ധിച്ചുകൊണ്ടാവുന്നേ. അതുകൊണ്ട് അതെന്നെ സംബന്ധിച്ചൊരു വിഷയമേ അല്ല. ഇവിടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഒരു വിശുദ്ധൻ എന്ന് പറയുന്നത് ഏറ്റവും നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളെ ഏറ്റവും ആഴമായ സമർപ്പണത്തോടെ ചെയ്യുന്നവന്റെ പേരാണ് വിശുദ്ധൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് അക്സസ് ഉണ്ട്, ഈ വിശുദ്ധന്മാരോട് ഉണ്ടാവണമെന്നുള്ളതാണ് ഒരു വിശുദ്ധന്റെ പെരുന്നാൾ നമ്മോട് ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ബോധ്യം ഉണ്ടാകണം നമുക്ക്, ആ ബോധ്യം നമുക്കുണ്ടാവണം. ഒരു വിശുദ്ധനും നമ്മിൽ നിന്ന് അകലെയല്ല എന്നൊരു ബോധ്യം. ആ ബോധ്യമാണ് അർത്ഥവത്തായി പെരുന്നാൾ ആഘോഷിപ്പാനായിട്ട് നമുക്ക് അവസരം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു വസ്തുത എന്ന് പറയുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ സാധാരണക്കാരനായി നമ്മെപ്പോലെ ഒരുവനായി ജനിച്ച് പ്രൈമറി വിദ്യാഭ്യാസം മല്ലപ്പള്ളിയിൽ തികച്ച് അവിടെ നിന്ന് യാത്ര ചെയ്ത് ഒരു വിശുദ്ധന്റെ പദവിയിൽ സഭയുടെ ബോധ്യത്തിൽ വന്നെത്തിയിരിക്കുന്ന ദിവനാസ്യോസ് തിരുമേനിയുടെ സ്മരണയിൽ നമുക്കുണ്ടാകേണ്ട ഒരു കാര്യം, അദ്ദേഹത്തെ പോലെ ക്രമാനുഗതമായൊരു വളർച്ച ഈ ജീവിതത്തിൽ ഉണ്ടാകണമെന്നുള്ള ഒരു തിരിച്ചറിവാണ്. എഫേസ്യ ലേഖനം 4-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിൽ നമ്മോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം വളരുക എന്നുള്ളതാണ്. ബൈ സ്പീക്കിംഗ് ട്രൂത്ത് ഇൻ ദ സ്പിരിറ്റ് ഓഫ് ലവ് we must grow up to Christ who is the head എന്നാ പറയുന്നു. സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം വളരുക എന്നുള്ളതാണ് ദൈവത്തിന് സഭയെക്കുറിച്ചും സഭയുടെ മക്കളെ കുറിച്ചുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം, ലക്ഷ്യമെന്ന് പറയുന്നു. നമ്മൾ ആരെങ്കിലും ജനിച്ചു വീണ പോലാണോ ഇപ്പൊ ഇരിക്കുന്നത്? നമ്മളെല്ലാവരും വളർന്നു. പക്ഷെ ചോദ്യം വളരേണ്ടതുപോലെ വളർന്നോ എന്നുള്ളതാണ്. ഫിസിക്കലി വി ആർ ഗ്രോൺ അപ്പ്, ഒരു സംശയം വേണ്ട. പക്ഷെ നാം വളരേണ്ടതുപോലെ വളർന്നോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. കെ എം ജോർജിനെ ഞാനിവിടെ കോട്ട് ചെയ്യുന്ന അത് യുക്തിഭദ്രമല്ല എന്ന് എനിക്കറിയാം. എന്നിരുന്നാലും അച്ഛനെടുത്തൊരു ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അച്ഛൻ പറഞ്ഞു, നിരന്തരമായി പ്രാർത്ഥനയുള്ള ഒരു വീടിന്റെ ജനാലകത്തിൽ ഒരു ചെടി നമ്മൾ കെട്ടിത്തൂക്കിയിട്ടാൽ, മണ്ണോടുകൂടെ കെട്ടിത്തൂക്കിയിട്ടാൽ അത് നീതിயின் സൂര്യനെ നോക്കി അപ്രൈറ്റ് ആയിട്ട് വളരും. എന്നാൽ പ്രാർത്ഥനയില്ല, സമാധാനമില്ലാത്ത ഒരു വീടിന്റെ ജനാലകത്തിൽ അതേ ചെടി തൂക്കിയിട്ടാൽ എന്ത് സംഭവിക്കും? റാ പോലെയും ഡാ പോലെയൊക്കെ വളരും. ഒരു കമ്പ് പോലും വെട്ടിയെടുക്കാൻ ഉണ്ടാവില്ല. അതും വളർന്നിട്ടുണ്ട്. ഇപ്പൊ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, നമ്മുടെ പ്രായത്തിന്റെ അളവനുസരിച്ച് വളരേണ്ടതുപോലെ വളരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? വട്ടശ്ശേരത്തിലും എനിക്ക് കഴിഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണല്ലോ. ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും താൻ എന്തായിരിക്കണമെന്ന് ദൈവം പ്രതീക്ഷിക്കുന്നുവോ, സഭ പ്രതീക്ഷിക്കുന്നുവോ, അതായിരിക്കാണ്ടൊക്കെയാണ് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്.
അതുകൊണ്ട് ഈ വേദഭാഗം സാധാരണ ജനങ്ങളോട് പറയുകയാണെങ്കിൽ അവരേറ്റ സ്നാനവും ക്രമാനുഗതമായി വളരുവാനുള്ള അവർക്ക് ഔദാസികമായ അനുഭവങ്ങളും കുംഭസാരവും ഒക്കെയാണ് അവരോട് നമുക്ക് പറയേണ്ടി വരുന്നത്. പക്ഷെ ഈ സമൂഹത്തോട് അതാണ് പറയേണ്ടത് എന്ന് എനിക്ക് ബോധ്യമില്ല. ഞാൻ അല്പം വ്യത്യസ്തമായി പറയുകയാണ്. ഒന്നാമത്തെ കാര്യം, നാം വളരണമെങ്കിൽ അടിസ്ഥാനപരമായി നാം അനുഭവിക്കുന്ന ഒരു ദൈവകൃപയെ കുറിച്ചൊരു ബോധം ഉണ്ടാകണം. അത് മാമോദീസയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. എന്താണ് ഈ ദൈവകൃപ? സെമിനാരിൽ വന്നച്ചെന്ന് പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഉറപ്പ്. പക്ഷെ നാം അറിയണം, നല്ലൊരു കൃഷിക്കാരൻ ചെറുകിഴങ്ങ് ഞാണ്ടിലൊക്കെ ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മുള പുറത്തേക്ക് വരുമ്പോൾ ഈ മുളയ്ക്കൊരാഗ്രഹമുണ്ട്. എന്താ ആഗ്രഹം? സൂര്യനെ നോക്കി മുകളിലേക്ക് വളരണമെന്നാണ് ഈ മുളയുടെ ആഗ്രഹം. ചെറുകിഴങ്ങോ അല്ലെങ്കിൽ വള്ളി വീശി വരുന്ന ഏത് കൃഷി സാധനത്തിന്റെ ആഗ്രഹം, അത് മുളയെടുത്തു കഴിഞ്ഞാൽ എന്ത് വേണം? സൂര്യപ്രകാശം കിട്ടത്തക്കതിൽ എത്ര മുകളിലേക്ക് പോകാൻ കഴിയുമോ അത്രയും പോകണം. പക്ഷെ നമുക്കറിയാം സ്വമേധ പ്രാപ്തിയില്ല. ഉണ്ടോ? സ്വമേധ പോകാനായിട്ട് പ്രാപ്തിയില്ല. അതുകൊണ്ട് വിവേകിയായ കൃഷിക്കാരൻ അതിന്റെ ചുവട്ടിൽ ഒരു മുളഞ്ചിലി കുത്തി കൊടുക്കും. എന്നിട്ട് അതിൽ കയറ് കെട്ടി അടുത്ത മരത്തിലോട്ട് കയറ്റും. ഞങ്ങളുടെ നാട്ടിൽ ആ മുളഞ്ചിലിക്ക് ഞാണ്ടൽ എന്നാ പറയുന്നത്. മുളഞ്ചിലി തന്നെ ആയിരിക്കണമെന്നില്ല, ഞാണ്ടൽ കുത്തുക എന്നാ പറയുന്നത്. അപ്പോ സൂര്യനെ നോക്കി ഉയരങ്ങളിലേക്ക് വളരാൻ ആഗ്രഹിക്കുന്ന ചെടിക്ക് ഈ സപ്പോർട്ട് കിട്ടുമ്പോഴാണ് അത് അതിന്റെ ഓരോ ഘട്ടത്തിലും വളർന്ന് പൂർണ്ണത ആർജിക്കുന്നതും സമയത്ത് പറിച്ചു നോക്കുമ്പോൾ അതിന്റെ ചുവട്ടിൽ കൃഷിക്കാരന് ഫലപ്രദമായ ഒന്ന് അതിൽ നിന്ന് ലഭിക്കുന്നത്. എന്നാൽ കൃത്യമായി ഇത് സമയത്ത് ലഭിക്കുന്നില്ല എങ്കിൽ ഇതിന് ചുവട്ട് കിടന്ന് തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ ഉരുണ്ടുകൂടി അവിടെ കിടക്കും. സമയത്ത് പറിക്കാൻ ചെല്ലുമ്പോൾ എന്തെങ്കിലും കാണും എന്നല്ലാതെ പ്രതീക്ഷിക്കുന്നത് പോലെയൊന്നും ഉണ്ടാവില്ല എന്നതാണ് സത്യം. ജീവിതത്തിൽ നമുക്കറിയാം, മാമോദീസ ഏറ്റവനും ഏക്കാത്തവനും ഒക്കെ ദൈവത്തിന്റെ രൂപത്തിലും ഛായയിലും സൃഷ്ടിക്കപ്പെട്ടതാണ്. ദൈവത്തിന്റെ രൂപത്തിലും ഛായയിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് വളരണമെന്ന് തീർച്ചയായിട്ടും ആഗ്രഹമുണ്ടാകും. അതിൽ ദൈവരാജ്യത്തിന് വേണ്ടി വീണ്ടും ജനിച്ചവന് ദൈവകൃപയിൽ വളരണമെന്ന് ആഗ്രഹമുണ്ടാകും. പൂർണ്ണതയിലേക്ക് വളരണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകും. ഇപ്പൊ ദൈവരാജ്യത്തിന് വേണ്ടി ജനിച്ചവന് ദൈവം തരുന്ന സപ്പോർട്ടാണ്, ഞാണ്ടലാണ് എന്ത്? ദൈവകൃപയെന്ന് പറയുന്നു. ആ കൃപയെ തിരിച്ചറിയുന്നിടത്താണ് നമുക്ക് മറ്റൊരു ബോധ്യമുണ്ടാകുന്നത്, വളർച്ചയിൽ നമുക്കൊരു ബോധ്യമുണ്ടാകുന്നത്. പലപ്പോഴും നമുക്കറിയാം, നമ്മുടെ ആളുകൾ പഠിച്ച് വിദ്യാഭ്യാസമൊക്കെ ആയി എവിടെയെങ്കിലും ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവർ സാധാരണ പറയുന്നത് ജീവിതമാർഗമായി എന്നാണ് പറയുന്നത്. ഞാൻ പറയും, ജീവിതമാർഗം എന്നുള്ളത് സെക്കൻഡറിയാണ്. സർക്കാർ ജോലിയായിരുന്നാലും വിദേശത്തായിരുന്നാലും ഏത് തരത്തിലുള്ള ജോലി എവിടെ വെച്ച് ചെയ്താലും ഞാൻ പറയും, wherever you are assigned, you are expected to transmit the grace of God which you avail from above. എവിടെയെല്ലാം നിന്നെ ആക്കുന്നുവോ നിനക്ക് സ്വർഗത്തിൽ ഉയരങ്ങൾ ലഭിച്ചിരിക്കുന്ന ദൈവകൃപ പങ്കിടാനുള്ള പകർന്നു കൊടുക്കാനുള്ള ഇടമാണ് പ്രൈമറിലി അത്. ഇപ്പൊ നമ്മളൊരു ഓഫീസിലാണെന്ന് വരിയില് സുപ്പീരിയേഴ്സ് കാണും, സബോർഡിനേറ്റ്സ് കാണും, കൊളീഗ്സ് കാണും, കസ്റ്റമേഴ്സ് കാണും. ഇവരോടൊക്കെ എൻ്റെ സ്ഥാനത്ത് ക്രിസ്തു ആണെങ്കിൽ എങ്ങനെ ഇടപെടുമോ അതേപോലെ ഇടപെടുവാനായിട്ടുള്ള ഒരു നിയോഗമാണ് ഈ ജീവിതം. ഒരിക്കൽ നമുക്ക് വേണ്ടി മനുഷ്യാവതാരം ചെയ്തവന് വേണ്ടി മനുഷ്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്നവനാണ് ഞാനെന്ന ബോധ്യം പട്ടശ്ശേരി തിരുമേനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ആ ബോധ്യമായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പൊ ആ വിശ്വാസത്തോടെ ജീവിക്കാനായിട്ട് കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള വസ്തുത. ജീവിതത്തിന്റെ ആ ബോധ്യം, ദൈവകൃപയുടെ ആ ബോധ്യം ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളത് വളർച്ചയിൽ ഏറ്റവും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ദൈവകൃപയെ കുറിച്ച് നമ്മൾ തിരിച്ചറിയേണ്ട മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പലപ്പോഴും ആ കൃപ നമുക്ക് എപ്പോഴാണ് കിട്ടിയെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അത്ര ബോധ്യമില്ല. മനുഷ്യൻ ദൈവത്തോട് സ്നേഹത്തോടും അനുസരണത്തോടും ഇടപെട്ടപ്പോഴല്ല ദൈവകൃപ നമുക്ക് കിട്ടിയതാണോ? മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നകന്നു പോയപ്പോ ദൈവം മനുഷ്യാവതാരത്തിൽ നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന് ഒരു തോർത്തെടുത്ത് അരയിൽ ചുറ്റി വെള്ളമെടുത്ത് 12 സ്ത്രീയന്മാരുടെ കാല് കഴിയുമ്പോ മനുഷ്യകുലം മുഴുവന്റെയും കാല് കഴുകി, മുഴുവൻ സൃഷ്ടിയുടെയും കാല് കഴുകി. പിതാക്കന്മാർ അതിനെക്കുറിച്ച് പറയുന്നത് സ്വർഗീയ ഗണം ഞെട്ടിപ്പോയി എന്നാണ്, പരിഭ്രമിച്ചു പോയി. എന്താ കാര്യം?
വെള്ളം വീണാൽ അലിഞ്ഞു പോകുന്ന ഈ മൺകട്ടയെ സൃഷ്ടാവ് കഴുകിയിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞത്? നിങ്ങൾ ഇങ്ങനെയൊക്കെ എനിക്ക് വേണ്ടി ചെയ്യണം എന്ന് പറഞ്ഞു. നമ്മുടെ ധാരണ പെസഹ വ്യാഴാഴ്ച നമ്മുടെ ഏതെങ്കിലും പിതാവ് വന്നിട്ട് വേറെ കാല് കഴുകിയ ഉത്തരവാദിത്വം തീർന്നു എന്നാണ്. അത് സിംബോളിക്കാണ്. അതിനെ ഓർമ്മപ്പെടുത്തുന്ന, വർഷാവർഷങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന അർത്ഥവത്തായിട്ടുള്ള ശുശ്രൂഷ എനിക്ക് തർക്കമില്ല. പക്ഷെ അവിടെ കൊണ്ട് നാം അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ്. ആ കഴുകൽ എന്ന് പറയുന്ന ആക്ഷൻ കൊണ്ട് അവസാനിപ്പിക്കുന്നു നമ്മുടെ ശുശ്രൂഷകൾ. അതുകൊണ്ട് നാം അറിയേണ്ട കാര്യം, ഒരാൾ നമ്മിൽ അകലം പാലിക്കുമ്പോഴാണ് ഈ ദൈവകൃപ കൊണ്ട് അങ്ങോട്ട് അടുത്ത് ചെല്ലേണ്ടത്. ഇപ്പോഴും നമ്മൾ പറയുന്ന ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം, ഇങ്ങോട്ടില്ല അങ്ങോട്ടില്ല എന്നാ. ആ പാലം തമ്പുരാൻ പണ്ടേ ഇട്ടതാ. മനസ്സിലായില്ലേ? പടശുദ്ധമ്മയുടെ ജീവിതം പൂർണ്ണമായി പഠിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്, അകലം പാലിക്കാൻ ആഗ്രഹിച്ചവരോടൊക്കെ അടുത്തു നിൽക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു. അത് ഈ ദൈവകൃപയുടെ ബോധ്യത്തിലാണ് സംഭവിക്കുന്നത്. അതാണ് വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം, ക്രൈറ്റീരിയൻ. അതാ. അപ്പൊ നമുക്ക് ഇങ്ങോട്ടില്ലെങ്കിലും അങ്ങോട്ടുണ്ട് എന്ന് പറയാൻ എപ്പോൾ കഴിയുന്നുവോ അപ്പോൾ നാം ദൈവകൃപയിലാണ് എന്ന് ഉറപ്പിക്കാൻ കഴിയും. പടശേഖരത്തിന്മേലേക്ക് സാധിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. രണ്ടാമത്, ഈ ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. നമ്മൾ മലയാളത്തിൽ കൂട്ടായ്മ എന്നാണ് പറയുന്നത്. ഫെലോഷിപ്പും കൂട്ടായ്മ തമ്മിൽ ബന്ധമൊന്നുമില്ല. കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ മീറ്റിംഗ്, ഒരുമിച്ച് കൂടുന്നതിനൊക്കെ പറയുന്ന പേരാണ് എന്ത്? കൂട്ടായ്മ എന്ന് പറയുന്നത്. പക്ഷെ ഫെലോഷിപ്പ് എന്ന വാക്ക്, ഫെലോ എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് തുല്യതയുള്ളവർ ഒരുമിച്ച് വരുന്നതിനാണ് ഫെലോഷിപ്പ് എന്ന് പറയും. ഒരേ മൂല്യമുള്ളവർ ഒരുമിച്ച് വരുന്നതിനാണ് ഫെലോഷിപ്പ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഡിക്ഷണറി നോക്കിയാൽ യോഗമെന്നും മീറ്റിംഗെന്നും ഒക്കെ കാണും. അക്കൂട്ടത്തിൽ ഞാൻ ഈ പറഞ്ഞ അർത്ഥം ഉണ്ടാവും. ഫെലോമെൻ എന്നുള്ള വാക്ക് നമുക്കറിയാമല്ലോ. തുല്യതയിൽ വരുന്ന ആളുകൾക്കാണ് ഫെലോമെൻ എന്ന് പറയുന്നത്. ആ തുല്യതയുള്ളവരുടെ കൂടിവരവിനാണ് ഫെലോഷിപ്പ് എന്ന വാക്ക് സാധാരണയായിട്ട് ഉപയോഗിക്കേണ്ടത്. മറ്റേ ഗാദറിംഗ് എന്നൊക്കെ പറഞ്ഞാൽ മതി, കൂട്ടായ്മയ്ക്കൊക്കെ. എന്താണ് ആരാധനയ്ക്കായി ഒരുമിച്ച് വരുന്ന സഭാമക്കളുടെ പ്രത്യേകത? They are one in Christ. എന്താ കാര്യം? ഈ മുഴുവൻ പേർക്കും മാമോദീസായിൽ ലഭിച്ച ഒരു നാമമുണ്ട്. എന്താണെന്നറിയാം? പിതാവാം ദൈവത്തിന്റെ കൃപയുടെ സന്തതിയും ഏകജാതന്റെ സഹോദരനും അല്ലെങ്കിൽ സഹോദരിയും. അത് കാതോലിക്കയാകുന്ന ആൾക്കും മെത്രാപ്പോലിത്തയാകുന്ന ആൾക്കും വൈദികരാകുന്നവർക്കും സാധാരണ ജനങ്ങൾക്കുമൊക്കെ മാമോദീസായിൽ ലഭിച്ച ദൈവരാജ്യത്തിന്റെ സ്ഥാനമെന്ന് പറയുന്ന അത്. ബാക്കിയെല്ലാം ഫങ്ഷണൽ ഡിഫറൻസ് ആണ്. ബാക്കി സ്ഥാനങ്ങളൊക്കെ ദൈവം അവരെ ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗങ്ങളുടെ ഉത്തരവാദിത്വം മാത്രമാണ്. ക്രിസ്തുവിന്റെ പൊസിഷൻ എന്താണെന്ന് ചോദിച്ചാൽ ദൈവകൃപയുടെ സന്തതിയും ഏകജാതന്റെ സഹോദരങ്ങളും. അങ്ങനെയുള്ളവർ ഒരുമിച്ച് വരുമ്പോഴാണ് അത് ഫെലോഷിപ്പ് ആകുന്നത്. അതിൽ നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് സ്ഥാനം വളർന്നിട്ടൊരു കാര്യമില്ല. ആ ഫെലോഷിപ്പിൽ ആരൊക്കെയാണ് ഉന്നത? ഇപ്പൊ നമുക്ക് പറ്റിയിരിക്കുന്ന ഒരു കുഴപ്പമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ സഭയിലാണെങ്കിൽ സ്പോൺസർ ചെയ്യാൻ സാധ്യതയുണ്ടോ? നമുക്ക് നല്ല മൂല്യമായിരിക്കും. കർത്താവ് വേദപുസ്തകത്തിൽ വിധവയെ പരാമർശിച്ചായിരുന്നു. അതിനുശേഷം ഏതെങ്കിലും ഒരു വൈദികൻ ആ വിധവയെ കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇടവയിലെ അത് സമാനമായ ഒരു വിധവയെ കുറിച്ച് ഏതെങ്കിലും ഒരു വൈദികൻ അവളാണ് ഏറ്റവും കൂടുതൽ ഇട്ടതെന്ന് പള്ളിയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഇടാഞ്ഞിട്ടാണോ? ഇതുവരെ ഇടാഞ്ഞിട്ടാണോ? ആണോ? കർത്താവ് ഒരു വിധവയെ പരാമർശിച്ചു. 2 കാശ് ഇട്ട വിധവ. ഉള്ളവരൊക്കെ അവരുടെ സമ്പന്നതയിൽ നിന്ന് വളരെ കൂടുതൽ ഇട്ടു. പക്ഷെ ഒരു വിധവ അവൾ തല കുനിച്ചാണ് ഇട്ടു. പക്ഷെ അവൾ തല കുനിച്ചിടുന്ന കർത്താവ് തല ഉയർത്തിയാണ് കണ്ടത്. ആ വ്യത്യാസം. ആരും കാണാതെ തല കുനിച്ച് അവൾ ഇട്ടത് കർത്താവ് തല ഉയർത്തി നോക്കി കണ്ടു എന്നാണ് പറയുന്നത്. വൈദികരായിട്ടുള്ള ആരെങ്കിലും അതിനുശേഷം ഇന്ന് വരെ സമാനമായ ധാരാളം വിധവകൾ ദൈവാലയത്തിൽ നാണയമിട്ടിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു വിധവയെ പരാമർശിക്കാൻ തയ്യാറായിട്ടുണ്ടോ? നമ്മൾ റെഡിയാണ്, പേപ്പർ എഴുതി വെച്ചിരിക്കുകയാണ് ആരൊക്കെയാണ് സ്പോൺസർ ചെയ്തതെന്ന് പറയാൻ. മനസ്സിലായില്ലേ? ഞാൻ പറയുന്നു, ഇന്ന് ഈ സഭയുടെ ചരിത്രത്തിൽ ആരെല്ലാം എന്തെല്ലാം സ്പോൺസർ ചെയ്തിട്ടുണ്ടോ അവരൊക്കെ കർത്താവ് പറഞ്ഞ ഭാഷയിൽ അവരുടെ സമൃദ്ധിയിൽ നിന്ന് ഒരംശം മാത്രമാണ് ഇട്ടത്. പക്ഷെ ആ വിധവ ഇട്ടത് 100% ആണ്. എത്ര കോടി ഇവിടെ ആര് കൊടുത്താലും ആ വിധവ കൊടുത്തതിനോളം വരില്ല,
പക്ഷെ നമുക്ക് പിടിച്ചു നിൽക്കേണ്ടതുകൊണ്ട് സമാനമായ ഒരു വിധവയുടെയും കാര്യം നാം പറയില്ല. ഈ വിധവയെക്കുറിച്ച് വേണമെങ്കിൽ നമ്മൾ പ്രസംഗിക്കും. സഭയുടെ ഒരു ഗതികേടായിരുന്നു, സഭയുടെ ഒരു ഗതികേടാണ്. സ്പോൺസർ ചെയ്യാൻ സാധ്യതയുള്ളവനും പ്രാപ്തിയുള്ളവനും പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു ആത്മീയതയിൽ സഭയ്ക്ക് വളരാൻ കഴിയില്ല. തർക്കമില്ലാത്തൊരു കാര്യമാണ്. വളരും, വളരേണ്ടതുപോലെ വളരില്ല, വളരേണ്ടതുപോലെ വളരില്ല എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല. നാം ഇപ്പോഴും ചിലരെയൊക്കെ ഉയർന്ന സ്ഥാനങ്ങളിൽ കാണുകയും അവർക്കാണ് ഈ പള്ളിയും സഭയൊക്കെ നടത്തിക്കൊണ്ടു പോകാനുള്ള ആരോഗ്യമുള്ളത് എന്ന് ബോധ്യപ്പെടുകയും അവരുടെ പുറകെ പോവുകയും. കവിയൂർ പള്ളിയിൽ ഒരു പള്ളി പണിതു. ഞാൻ കൃത്യമായി അവരോട് പറഞ്ഞു, 2.5 വർഷം കൊണ്ട് അധ്വാനിച്ച് പണിതാണ് ഈ പള്ളി. ഒരുത്തൻ്റെയും പുറകെ പോയിട്ട് ഞങ്ങൾക്കൊരാശംസ പറയാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നേക്കരുത്. ഒരു കടക്കാരൻ്റെയും പുറകെ പോയി, ഒരു പ്രസ്ഥാനത്തിൻ്റെയും പുറകെ പോയി ഞങ്ങൾ പള്ളി പണിതിട്ടുണ്ട്, കൂദാശയ്ക്ക് നിങ്ങൾക്കൊരാശംസ പറയാമോ എന്ന് പറഞ്ഞിട്ട് പോകാൻ ഞാൻ അനുവദിക്കത്തില്ല. ചെയ്തില്ല. ആകെ 2 കൂട്ടർ മാത്രം ഇങ്ങോട്ട് വന്ന് തന്നു. അത് സിമെന്റ് നമ്മളെടുത്ത കമ്പനിയും അതുപോലെ തന്നെ നമുക്ക് ബാങ്ക് ട്രാൻസാക്ഷൻ ഉള്ള ബാങ്കുകാരും ഓരോ ആർച്ച് അവിടെ ഇട്ടു. അതല്ലാതെ മുഴുവൻ ചെലവുകളും മുഴുവൻ കാര്യങ്ങളും പള്ളിയിൽ നിന്ന് തന്നെ സോഴ്സ് കണ്ടെത്തിയാണ്. സുവർണ്ണറക്കിയതും പത്രത്തിൽ അതിന്റെ ന്യൂസ് കൊടുത്ത എല്ലാം പള്ളിയുടെ സോഴ്സിൽ നിന്നാണ്. സാധ്യമാകും, പക്ഷെ നമുക്ക് താല്പര്യം ഇതാണ്, ഇതിലേക്കാണ് നമ്മുടെ ലക്ഷ്യം. നമ്മളെല്ലാം വർണ്ണാഭമാക്കാൻ ശ്രമിക്കുകയാണല്ലോ. നമ്മുടെ വളർച്ചയിൽ നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ കുഴപ്പം, എനിക്കിപ്പോൾ വളരെ സങ്കടം തോന്നുന്നൊരു കാര്യമുണ്ട്. നമുക്ക് വാസ്തവത്തിൽ നമ്മൾ ആഘോഷങ്ങളിൽ വളരുകയാണ്, അന്തസത്തയിൽ വളരുന്നില്ല. അന്തസത്ത ബോധ്യപ്പെടുന്നുമില്ല, സത്തായ ഭാവത്തിൽ വളരാൻ നമ്മെ കൊണ്ട് കഴിയുന്നുമില്ല. നാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആഘോഷങ്ങളിൽ വളരുകയാണ്. ഒരു തീരത്തും ആഘോഷങ്ങൾ കൊണ്ട് സഭ അതിന്റെ ഗതി പിടിക്കുമെന്നാരും തെറ്റിദ്ധരിക്കും. ധാരാളം ആഘോഷങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. ആ തെറ്റിദ്ധാരണ പള്ളിപ്പെരുന്നാൾ ആയിക്കോട്ടെ, ഏതാഘോഷം ആയിക്കോട്ടെ, ക്രിസ്തുമസ് വന്നാൽ അടങ്ങിയിരിക്കാൻ പറ്റുമോ? ക്രിസ്തുമസിന് എൻ്റെ 60 വയസ്സിനിടയ്ക്ക് ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആശംസയാണ്, ഞാൻ സാധാരണ ആർക്കും ആശംസ അയക്കാറില്ല, എനിക്ക് ഇവരും തുറന്നു നോക്കാറുമില്ല, മെറി ക്രിസ്മസ് എന്നാണ് നമ്മൾ പറയുന്നത്. സത്യം പറഞ്ഞ ഈ മെറിയും ക്രിസ്മസും കൂടെ എങ്ങനെയാണ് ചേരുന്നത്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇംഗ്ലീഷ് ഭാഷ പഠിച്ചിട്ടുള്ളവർ നോക്കിയാൽ മതി. മെറി എന്ന് പറഞ്ഞാൽ കൂത്താടുന്നതിലൂടെയുള്ള സന്തോഷത്തിനാണ് മെറി എന്ന് പറയുന്നത്. ഇപ്പൊ നടക്കുന്ന അതാണ് ഞാൻ സമ്മതിച്ചു. ഒരിക്കലും ചേരാത്ത 2 വാക്കുകൾ ചേർത്ത് വെച്ചിരിക്കുകയാണ്. കൂത്താടുന്നതിലൂടെയുള്ള സന്തോഷം ക്രിസ്മസിൽ ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമുണ്ടോ? ഗ്രേസ്ഫുൾ ക്രിസ്മസ് എന്നോ ബ്ലസഡ് ക്രിസ്മസ് എന്നോ ഒക്കെ ആഘോഷിച്ചു, അല്ലെങ്കിൽ ആശംസിച്ചു, എനിക്ക് വിരോധമില്ല. പക്ഷെ നാം പറയുന്നത് ഈ വാക്ക് നമ്മൾ ഭൂരിപക്ഷം പേര് ഉപയോഗിക്കുന്നത്, ദൈവശാസ്ത്രം അറിയാവുന്നവർ ഉപയോഗിക്കുന്നതും ഈ വാക്കാണ്. എന്താണ്? മെറി ക്രിസ്മസ്. ക്രിസ്മസിന്റെ സന്തോഷം അതാണ് എന്ന കാര്യം ഞാൻ സമ്മതിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ആഗ്രഹം ഈ ആഘോഷങ്ങളാണ്. ഇത് ക്രിസ്മസ് ശരിക്കും പറഞ്ഞാല് ഞാൻ സാധാരണ പറയും, ഈ ദൈവം മനുഷ്യനാകുന്നതിനേക്കാൾ ശ്രമകരമാണ്, മനുഷ്യൻ ദൈവമാകുന്നതിനേക്കാൾ ശ്രമകരമാണ് ദൈവം മനുഷ്യനാകുന്നത്. നാം ദൈവമാകുന്നതിനേക്കാൾ ശ്രമകരമാണ് ദൈവം മനുഷ്യനാകുക എന്ന് പറഞ്ഞാൽ. നമ്മൾ കുറവുള്ളവരാ. ക്രമാനുഗതമായി വളർന്ന് ക്രിസ്തു എന്ന തലയോളം വളരാൻ നമുക്ക് അവസരമുണ്ട്. പക്ഷെ പൂർണ്ണതയാർജിച്ചവൻ നമ്മുടെ പരിമിതിയിലേക്ക് ഇറങ്ങി വരിക എന്ന് പറയുന്നത് എത്ര ശ്രമകരമാണ്. ഞാനതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഒരു അനാലജി എൻ്റെ മനസ്സിൽ വന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ 2 ഗ്ലാസ് ബോട്ടിൽ ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു ഗ്ലാസ് ബോട്ടിൽ 500 ml അത് ദൈവത്വത്തെ സൂചിപ്പിക്കുമെന്ന് ധരിക്കുക. ഇതൊന്നും എങ്ങനെ എത്തത്തില്ല എന്ന് എനിക്കറിയാം കേട്ടോ. അനാലജി പറഞ്ഞ് ഒപ്പിക്കാനൊന്നും പറ്റുന്ന അനാലജികളൊന്നും അല്ലത്. കടുകോണിയുടെ ഉപമയും ദൈവരാജ്യത്തെ സൂചിപ്പിക്കാൻ കഴിയില്ല. പിന്നെ ചേർത്ത് വെക്കാൻ നമുക്കറിയാം, എന്നോട് ചേർത്ത് വെക്കുന്നതാണ് വലയും ഈ വിത്തും ഒക്കെ. എല്ലാം അങ്ങനെ തന്നെയാണ് വേദപുസ്തകത്തിലെ ഉപമകളും. രണ്ടാമത്തെ 50 ml ഒരു ഗ്ലാസ് ബോട്ടിലാണ്. അത് നമ്മുടെ മനുഷ്യത്വത്തെ സൂചിപ്പിക്കുന്ന. ശാസ്ത്രത്തിന് വേണമെങ്കിൽ നാളെ ഇവിടെ നിന്ന് ഒരു മിസൈല് പാകിസ്ഥാനിൽ അവർ പറയുന്ന സ്ഥലത്ത് എത്തിക്കാനുള്ള പ്രാപ്തി ഉണ്ടാകും. ഇപ്പോഴും പ്രാപ്തി പല കാര്യത്തിലുണ്ടല്ലോ.
ഒരു പറയുന്ന സമയത്ത് ആ സെക്കൻഡ് തെറ്റാതെ അവിടെ കൊണ്ട് ഇത് പതിപ്പിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ അത്രയും ദൂരം പോകുന്നതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ശാസ്ത്രം എത്ര വളർന്നാലും ഇലാസ്റ്റിസിറ്റി ഇല്ലാത്ത ഈ 50 ml ഗ്ലാസ് ബോട്ടിലേക്ക് 500 ml ഗ്ലാസ് ബോട്ടിൽ ഇറക്കി വെക്കാൻ ഒരിക്കലും കഴിയില്ല. ഒന്നുകിൽ അല്ലെങ്കിൽ ഗ്ലാസിന്റെ സ്വഭാവം. ഞാനിത് അടുക്കളയിൽ ഉപയോഗിക്കുന്ന 2 ഗ്ലാസിന്റെ കാര്യമാണ് പറഞ്ഞത്. മറ്റത് വലിയ കാര്യങ്ങളാണ്, മിസൈൽ എന്നൊക്കെ പറയാം. പക്ഷെ നമ്മളെ കൊണ്ട് കഴിയും. ഈ 50 ml രണ്ടും പൊട്ടിക്കാതെ 500 ml ഇട്ടൊക്കെ നമ്മളെ കൊണ്ട് കഴിയും. അതാണ് ഈ മനുഷ്യൻ ദൈവമാകാന്ന് പറയുന്നത്. അപ്പൊ ദൈവം മനുഷ്യനാകാൻ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, ഈ അനാലജി ഒന്നും പൂർണ്ണമല്ല, പക്ഷെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയുന്നത് മാത്രമേ ഉള്ളൂ. ഒരു അനാലജിയും പൂർണ്ണമല്ല. ആ സംഭവമാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ ഈ ഡിസംബർ 1 തൊട്ട് ഇട്ട് തട്ടുന്നത് കർത്താവ് ജനിച്ചെന്നും പറഞ്ഞു. മനസ്സിലായില്ലേ? നമ്മൾ വളരുകയാണ്, ക്രിസ്തുവിൽ വളരുകയാണ്. എൽദോ പെരുന്നാളിൽ എന്തിനാണ് സ്ലീബാഘോഷം എന്നോട് ചോദിച്ചിട്ടുള്ള പലരും ഉണ്ട്. ഞാൻ പറഞ്ഞു, ദുഃഖവെള്ളിയാഴ്ച കർത്താവ് സഹിച്ച ഈ കുരിശിനേക്കാൾ എത്ര വലിയ കുരിശാണ് ദൈവം മനുഷ്യനാകാനായിട്ടുള്ള ദൈവത്തിന്റെ വ്യഥ. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് എൽദോ പെരുന്നാളിൽ സ്ലീബാഘോഷം ഉള്ളത്. ദൈവം മനുഷ്യനാകുക എന്ന് പറഞ്ഞ കർമ്മവുമായി താരതമ്യം ചെയ്ത് നോക്കിയാൽ ദുഃഖവെള്ളിയാഴ്ച താൻ ഏറ്റു എന്ന് പറയുന്ന കുരിശ് കമ്പാരിറ്റീവ്ലി വളരെ ചെറുതാണ്. അപ്പൊ അവിടെയാണ് എൽദോ പെരുന്നാൾ സ്ലീബാഘോഷത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. അത് നമ്മൾ ആഘോഷിക്കുകയാണ്. നമ്മൾ ആഘോഷിക്കുന്നത് എങ്ങനെയാണ്? ഒരച്ഛനോട് പറഞ്ഞു, ക്രിസ്മസ് പാടാൻ വീട് വീടാന്തരം പോയപ്പോൾ 200 പേരുണ്ടായിരുന്നു പറഞ്ഞു. എൽദോ പെരുന്നാൾ ശുശ്രൂഷയിൽ അവരിൽ എത്ര പേരുണ്ടായിരുന്നു കണക്കുണ്ടോ? എൽദോ പെരുന്നാൾ രാത്രി ശുശ്രൂഷയിൽ അവരിൽ എത്ര പേര്, 200 പേരിൽ എത്ര പേരുണ്ടോ വല്ല കണക്കുണ്ടോ? ഒരു കണക്കുമില്ല. കാര്യം അതിൽ പകുതി പേരും ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? എൽദോ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് പിടി കിട്ടുകയില്ല. അത്രയും കൊണ്ട് തന്നെ മനസ്സിലാവുമല്ലോ. അപ്പൊ നാം ക്രിസ്തുവിൽ വളരുകയാണ്. ക്രിസ്തുവിൻ തലയോളം വളർന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റിൽ വി ആർ ഗ്രോയിങ്. ഇതാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ പറയുന്നത് സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് വളരണം. ഈ ഫെലോഷിപ്പ് എന്ന് പറയുന്നത് സമാനതയുള്ളവർ ഒരുമിച്ച് കൂടി വരുന്നതാണെങ്കിൽ അവരുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട ഒരു ട്രാൻസ്പെറൻസി ഉണ്ട്. അതാണ് ഈ സ്നേഹത്തിൽ സത്യം സംസാരിക്കുക എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇന്ന് സഭയിൽ എല്ലാവരും തന്നെ എന്ന് ഞാൻ പറയും, ഞാൻ ഉൾപ്പെടെ ഒരു ഹാഫ് ട്രൂത്തിൽ ജീവിക്കുന്നവരാണ്. ആർക്കും ആരെയും വിശ്വാസമുണ്ട് എന്ന് എനിക്കിതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല. ഞാൻ 32ാമത്തെ വർഷത്തിലാണ് വൈദികനായിരിക്കുന്നത്. ആർക്കെങ്കിലും ആരെങ്കിലും ഈ ഫെലോഷിപ്പ് ഉണ്ടല്ലോ, എന്താ ക്രിസ്തുവിൽ തുല്യതയുള്ളവർ ഒരുമിച്ച് കൂടുന്ന ഈ ആരാധനാ സമൂഹത്തിൽ ആരെങ്കിലും വിശ്വാസം ഇതുവരെ ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, ആ ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഉണ്ട് എന്ന് പറയാൻ സത്യം പറഞ്ഞാൽ ഞാൻ പരാജയപ്പെടും. എന്നെയാണ് ഞാൻ പറയുന്നത്, നിങ്ങളെ ആരെയല്ല പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ദൈവത്തെ നീ എന്ന് വിളിക്കുന്ന നാളെ വേണേ അങ്ങന്നാക്കും. കാരണം ദൈവത്തോട് നമുക്ക് ഭയങ്കര ആദരവാണ്. അതൊരു വിവരക്കേടാ. മനസ്സിലായില്ലേ? ദൈവത്തെ അങ്ങന്ന അല്ല, നീ എന്നാ ഇതുവരെ പിതാക്കന്മാർ വിളിച്ചതല്ല. നീ എന്ന് തന്നെ വിളിച്ചാൽ മതി. ദൈവത്തിന്റെ കുറവും വരത്തില്ല. ചിലക്ക് അങ്ങ് ഭക്തി കൂടി കഴിഞ്ഞാണേ ഇല്ലാത്ത അങ്ങെല്ലാം കൂടെ കയറി വരും. ദൈവശാസ്ത്രപരമായ ബോധമുള്ള ഒരു വൈദികനോട് ഞാൻ ഇയാൾ ചോദിച്ചു, ശരിയാണ് പുള്ളി പറഞ്ഞ അട്ടർ ഫുളീഷ്നെസ് എന്നായിരുന്നു മറുപടി പറഞ്ഞു. ഈ ഒത്തിരി അങ്ങ് കയറി വരുന്നതിന് നമ്മൾ ഈ പുറമെ പൊതിഞ്ഞു വെച്ച് നമ്മൾ ഭക്തരാകാൻ ശ്രമിക്കുകയാണ്. ചോദിക്കുന്ന അങ്കിൾ എന്നല്ലേ വിളിക്കുന്നേ? ഞാനും നീ ഒന്നും 2 പൊസിഷനേ ഉള്ളെന്ന്, സൃഷ്ടാവും ഞാനും. മനസ്സിലായില്ലേ? എൻ്റെ അങ്കിളുടെ പെങ്ങൾ വിളിക്കുന്നത് എടാന്നാ വിളിക്കുന്നേ. അപ്പൊ അങ്കിൾ എന്നുള്ളത് വളരെ കൃത്യമായി നിലനിൽക്കുന്ന ഒരു വാക്കല്ല അങ്ങെന്ന് പറയുന്നത്. നിലനിൽക്കുന്ന 2 പൊസിഷനേ ഉള്ളൂ, ഫസ്റ്റ് പേഴ്സണും സെക്കൻഡ് പേഴ്സണും, ഞാനും നീയും. അതുകൊണ്ട് ആ മോശ നീ ആരാന്ന് ചോദിച്ചപ്പോൾ ഞാനാകുന്നു പറഞ്ഞു. അതുകൊണ്ട് അവനെ ഞാൻ ആത്മധൈര്യത്തോടെ നീ എന്ന് വിളിക്കും. മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. ബാക്കി അങ്ങെന്നോ നീ എന്നോ അങ്ങോന്നോ ഒക്കെ വിളിക്കുന്നത് ഓരോ വ്യക്തിക്കും ആളുകളുടെ ബന്ധത്തിനനുസരിച്ച് മാറി മാറി വിളിക്കുന്നത്. ആ പൊസിഷൻ മാറി മാറി വരും. ഒരു വ്യക്തിയെ വട്ടം നിൽക്കുന്നവർ അവരുടെ ബന്ധം അനുസരിച്ചാണ് വിളിക്കുന്നത്. ഒരാൾ എടാന്ന് വിളിക്കും, മറ്റേ ആൾ അങ്ങെന്ന് വിളിക്കും, വേറെ അച്ചായെന്ന് വിളിക്കും, വേറെ ചേട്ടൻ വിളിക്കും. മനസ്സിലായില്ലേ? അവിടെ നിലനിൽക്കുന്ന 2 പൊസിഷനേ ഉള്ളത്, ഞാനും നീയുമാണ്. ഞാൻ പോട്ട് സന്ദർഭമായിട്ട് പറഞ്ഞു പോയതാണ്. അതുകൊണ്ട് ഇങ്ങനെ വാക്ക് മാറ്റിയൊന്നും അല്ല നമ്മുടെ ഭക്തി തെളിയിക്കേണ്ടത്. ആത്മധൈര്യത്തോടെ
ഭക്തിയിൽ ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ സ്നേഹത്തിൽ സത്യം സംസാരിക്കുക എന്നുള്ളത് പട്ടശ്ശേരി തിരുമേനിയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഖമെന്ന് പറയുന്നത്, പിടിച്ചു നിൽക്കാൻ വേണ്ടി ബോധപൂർവമായി ഒരു കള്ളവും അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഒരു അവിഖ്യാതിയുണ്ട്, നിങ്ങൾക്കറിയാം. എന്താണ്? കോടതി മുറിയിൽ ഒരു കള്ളം പറഞ്ഞതായിട്ട് അല്ലേ? ആരാണ് തലയിൽ കൈവച്ചെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണത്. അത് ഇതുവരെ അതിന്റെ ക്ലാരിഫൈഡ് ആയിട്ടുള്ള ഒരു ഫോമിൽ ആരെങ്കിലും പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടില്ല. പെരുന്നാളിനും പ്രസംഗിച്ച് കേട്ടിട്ടില്ല. അദ്ദേഹം എന്താണ്, അദ്ദേഹത്തോട് ചോദ്യം എന്ന് പറയുന്നത്, താങ്കൾ മേൽപ്പെട്ട സ്ഥാനം ഏറ്റപ്പോൾ അബ്ദുള്ള പാത്രീർഗീസ് താങ്കളുടെ തലയിൽ കൈവച്ചത് എന്നാണ് കോടതിയിൽ അദ്ദേഹത്തോടുണ്ടായ ചോദ്യം. അദ്ദേഹം പറഞ്ഞത്, ഇറ്റ് ഈസ് മൈ അൺവേവിങ് ഫെയ്ത്ത് ദാറ്റ് ഇറ്റ് വാസ് പേട്രിയാർക്ക് അബ്ദുള്ള. മാറ്റമില്ലാത്ത എന്റെ വിശ്വാസമാണ്. ഇതെവിടെയാ പറഞ്ഞേ? കോടതി മുറിക്കുള്ളിലാണ് പറഞ്ഞേ. കോടതിയിൽ വിശ്വാസം അല്ലല്ലോ വേണ്ടിയത്, ആണോ? കോടതിയിൽ എന്ത് വേണം? എവിഡൻസ് ആണ് വേണ്ടത്. കണ്ടോ, കേട്ടോ, ബോധ്യപ്പെട്ടോ, ഈ എവിഡൻസ് ആണ് കോടതിയിൽ വേണ്ടത്. വിശ്വാസം വേണ്ടത് പള്ളിക്കുള്ളിൽ അല്ല സഭയ്ക്കുള്ളിൽ. ചോദ്യം അദ്ദേഹത്തോട്, ആരാണ് ഈ പാത്രികീസ് തന്നെയാണോ താങ്കളുടെ തലയിൽ കൈവച്ചെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്ത് പറഞ്ഞു? പാത്രികീസ് ആണ് എന്റെ തലയിൽ കൈവച്ചതെന്നുള്ളത് എന്റെ മാറ്റമില്ലാത്ത വിശ്വാസമാണെന്ന് പറഞ്ഞു. അപ്പോ അദ്ദേഹത്തോട് ചോദിച്ച അടുത്ത ചോദ്യം, നിങ്ങളുടെ ഒരു വെറും വിശ്വാസം മാത്രമാണോ ഇത്, അതോ താങ്കൾക്ക് ഉറപ്പുണ്ടോ എന്നാണ് ചോദ്യം. ഉറപ്പെന്ന് പറഞ്ഞാൽ കോടതിയിലെ ഉറപ്പെന്ന് പറഞ്ഞു, നീ കണ്ടോ എന്നുള്ളതാണ് ചോദ്യം. മനസ്സിലായില്ലേ? അപ്പൊ തിരുമേനി പറഞ്ഞ മറുപടി എന്താണ്? അദ്ദേഹം പറഞ്ഞു, ഇതെന്റെ ഉറപ്പാണ്, പക്ഷെ ഞാൻ കണ്ടില്ല. ഇതെന്റെ ഉറപ്പാണ്, പക്ഷെ ഞാൻ കണ്ടില്ല. കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ? പ്രാവിനെ പോലെ നിഷ്കളങ്കതയും പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവനുമായിരിക്കണമെന്ന് കർത്താവ് പറഞ്ഞല്ലോ. അതിന്റെ റിയൽ എക്സ്പ്രഷനാണ് വാസ്തവത്തിൽ ഈ സ്റ്റേറ്റ്മെന്റ്. ഇത് ചോദിക്കുന്നത് കാര്യകാരണ സഹിതം തെളിയിക്കേണ്ട കോടതിയിലാണ് ഇത് ചോദിക്കുന്നത്. മനസ്സിലായില്ലേ? പള്ളിയിൽ നിന്നുകൊണ്ട് പറഞ്ഞ കാര്യമല്ല. നമ്മൾ അതാണ്, അവിടെയാണ് അതിന്റെ ഊന്നൽ. ദൈവാലയത്തിൽ കൃപാനാനന്ദം നടത്തിയ അനൗൺസ്മെന്റ് അല്ലിത്. കാര്യകാരണ സഹിതം നീ കണ്ടോ, നിനക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത്. എന്ത് പറഞ്ഞത്? കോടതിയുടെ ചോദ്യത്തിന് ഉരുളയ്ക്കുപ്പേരി പോലത്തെ മറുപടി കൊടുത്തതാണ്, എന്റെ തല മൂടിയിരുന്നു, അതുകൊണ്ട് ആരാണ് തലയിൽ കൈവച്ചെന്ന് ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഐ ഡു ബിലീവ് ദാറ്റ് ഇറ്റ് ഈസ് പേട്രിയാർക്ക് അബ്ദുള്ള. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. എന്ത് അപരാധമാണ് അതിലുള്ളത്? എവിടെയാണ് കള്ളം പറഞ്ഞത്? തന്റെ വിശ്വാസത്തെ കോടതി മുറിക്കുള്ളിൽ കാര്യകാരണ സഹിതം അഴിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ അത് സാധ്യമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം. ഇറ്റ്സ് മൈ കൺവിക്ഷൻ. ഈ കൺവിക്ഷൻ ഉള്ളവനാണ് വളരാനായിട്ട് കഴിയുന്നത്. അത് കോടതി മുറികളിൽ ചോദ്യം ചെയ്താൽ എന്റെ കൺവിക്ഷൻ മാറില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം. എന്റെ വിശ്വാസത്തെ അല്പം പോലും ഇളക്കാൻ നിങ്ങളെ കൊണ്ട് പാർത്തിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം. അത് നമുക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹം സത്യത്തോട് 100% ചേർന്നൊരു മനുഷ്യനാണ്. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു മനുഷ്യനാണ്. വി.സി. ശമുവേലച്ചന്റെ ട്രൂ ടൈംസ് എന്ന് പറയുന്ന പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. എനിക്ക് വി.സി. ശമുവേലച്ചന്റെ സഭാചരിത്രം എന്ന് പറയുന്നത് വേദവാക്യമായിട്ട് കരുതുന്ന ആളാണ് ഞാൻ. നിങ്ങൾക്ക് ഒരുപക്ഷേ യങ്സ്റ്റേഴ്സിന് വി.സി. ശമുവേലച്ചൻ ആരാന്ന് മനസ്സിലായിട്ടില്ലായിരിക്കും. വി.സി. ശമുവേലച്ചൻ ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യമുണ്ടേ. ഇത് 58 യോജിപ്പിൽ ഇങ്ങോട്ട് വന്നയാളാ. അതിന് പാത്രികീസിന്റെ സെക്രട്ടറി ആയിട്ടൊക്കെ താമസിച്ച ആളാ. അദ്ദേഹത്തോട് പാത്രികീസ് അന്ന് ആവശ്യപ്പെട്ടായിരുന്നു, എന്താ 58 മുമ്പ് ഇന്ത്യൻ സഭയുടെ ചരിത്രം നമുക്ക് ചേരുന്ന വിധത്തിൽ ഒരെണ്ണം എഴുതണമെന്ന്, അവർക്ക് ചേരുന്ന വിധത്തിലേ ഒരെണ്ണം എഴുതണമെന്ന്. വി.സി. ശമുവേലച്ചൻ മറുപടി പറഞ്ഞു, ചരിത്രത്തിന് ഒരു മുഖമേ ഉള്ളൂ, അത് വികൃതമാക്കാൻ എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞു. ആരുടെ മുമ്പിൽ നിന്നാ പറഞ്ഞ്? മനസ്സിലായില്ലേ? അദ്ദേഹം ആരുടെ സെക്രട്ടറി ആയിരുന്ന പാത്രികീസിനോടാണ് പറഞ്ഞത്, ചരിത്രത്തിന് മുഖമേ ഉള്ളൂ, അത് വികൃതമാക്കാൻ എന്നെ കിട്ടില്ല എന്ന്. അതുകൊണ്ട് അദ്ദേഹം എഴുതിയിരിക്കുന്ന സഭാചരിത്രം എന്നെ സംബന്ധിച്ച് വേദവാക്യം തന്നെയാണ്.
അപ്രൈറ്റ്നെസ്സോടുകൂടി ആരെന്തെഴുതിയാലും വേദപുസ്തകത്തിന്റെ ഭാഗമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അവസരമുണ്ടെങ്കിൽ വായിച്ചു നോക്കുക. വളരെ കൃത്യമായി അവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ വളർച്ചയിൽ നമുക്ക് ഈ സത്യം സംസാരിക്കുക എന്നുള്ളത് പലപ്പോഴും എനിക്ക് തോന്നുന്നു പലതിൻ്റെ ഉപജ്ഞാതാവ് നാം ആണെന്ന് വരുത്തി തീർക്കാൻ പോലും പലപ്പോഴും ഒരു മൂളലും ഞരങ്കലും ഹാർഡ് ട്രൂത്തുമായി ജീവിക്കുന്നവരായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുക. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു മനുഷ്യനുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. ഞങ്ങളുടെ കല്ലൂർ ബർത്തലമ കോർപ്പിസ്കോപ്പ എന്ന് പറയും. ഞാൻ സെമിനാറിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത്, അതിന് മുമ്പ് അദ്ദേഹം 3 വർഷം ഞങ്ങളുടെ വികാരിയായിരുന്നു. അതിനുശേഷം അദ്ദേഹം വികാർ എമിറേറ്റസ് ആയിരുന്നു, KC അലക്സിയോസച്ചൻ വികാരിയായ സമയത്ത്. അപ്പോൾ എന്നോട് ഭയങ്കര താല്പര്യമായിരുന്നു. ഞാൻ സെമിനാരിൽ പോകണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞങ്ങളുടെ വില്ലേജ്. സെമിനാറിൽ ഇന്റർവ്യൂവിന് കാർഡ് വന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഞാനിങ്ങനെ കാർഡ് വന്നു എന്ന് പറയാൻ ചെന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എടാ നീ ധൈര്യമായിട്ട് പോകും, ഞാൻ അരമനെ പോകുന്നുണ്ട്, ഞാൻ തിരുമേനോട് പറഞ്ഞേക്കാം നിന്റെ കാര്യം എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ ഇൻ്റർവ്യൂ കഴിഞ്ഞു, തിരിച്ചു വന്നു, അഡ്മിഷൻ കിട്ടിയായിട്ട് അറിഞ്ഞു, പറയാനായിട്ട് വീണ്ടും ചെന്നപ്പോൾ ആ മനുഷ്യനോട് പറയുക, ഇവിടെ നിനക്ക് അഡ്മിഷൻ കിട്ടിയല്ലോ, എനിക്ക് സന്തോഷമായി. 85 വയസ്സ് പ്രായമുള്ള ആളാണ്. നിനക്ക് അഡ്മിഷൻ കിട്ടിയല്ലോ, എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ ഞാൻ അരമനയിൽ പോകാമെന്ന് നിന്റെ കാര്യം പറയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നത് എനിക്ക് പോകാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. എത്ര പേര് പറയാനുണ്ടാകും ഈ സഭയിൽ അങ്ങനെ പറയാനായിട്ട്? ഭൂരിപക്ഷം പേര് നിശബ്ദത പാലിക്കും. അപ്പോൾ വന്നയാൾ ധരിച്ചോളൂ എന്താണ് പോയി പറഞ്ഞു എന്നുള്ളത്. നല്ല മിടുക്കനാണെങ്കിൽ പറയും, എന്താ പറയും, എടാ ഏതായാലും സമയത്ത് പോയി ഞാൻ പറഞ്ഞതുകൊണ്ട് കാര്യം നടന്നു എന്ന് പറയും. വിശുദ്ധന് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ് എന്ത്, എടാ എനിക്ക് പോകാനോ പറയാനോ പറ്റില്ല, എന്നാൽ നിനക്ക് അഡ്മിഷൻ കിട്ടിയല്ലോ, അത് മതി. ആ മനുഷ്യൻ്റെ അടുത്ത് ഉതയ്ക്കാൻ ആരെങ്കിലും ചെന്നാൽ ഒരുത്തൻ രക്ഷപ്പെട്ടു പോകത്തില്ല, ഇത് വേറൊരു വിഷയമാണ്. പക്ഷെ ജീവിതത്തിന്റെ നിഷ്കളങ്കത അത്ര ഭയങ്കരമായിരുന്നു മനുഷ്യൻ്റെത്. ഞാൻ 1-ാം വർഷത്തെ ഇത് ക്രിസ്മസ് അവധിക്ക് ചെല്ലുമ്പോൾ കല്ലുപ്പാറപ്പള്ളിയുടെ വടക്കേ പൂമുഖത്തിൽ 2 കൈയും എടുത്ത് തോളത്തിങ്ങനെ വെച്ചുകൊണ്ട്, ഒരു കൈ എന്ന് പറയുന്ന അലവാങ്ക് പോലെ ഇരിക്കുന്നത്, മനസ്സിലായില്ലേ? 85-ാമത്തെ വയസ്സിൽ വെള്ളം അക്കരെ ഇക്കരെ മൂടിക്കിടന്നപ്പോൾ കൊതുമ്പ് വള്ളത്തിൽ യാത്ര ചെയ്ത് പോയിട്ട് ആറിനടുക്ക വെച്ച് വള്ളം മറിഞ്ഞിട്ട് കമന്ന് വീണ വള്ളത്തേൽ പിടിച്ചുകൊണ്ട് ഒരു കൈ കൊണ്ട് നീന്തി അക്കരെ പോയ ആളാണ്. ആ 2 കൈയും എടുത്ത് എൻ്റെ തോളത്തോട്ട് വെച്ചിട്ട് എന്നോട് പറഞ്ഞു, മക്കളെ ഈ തലമുറയ്ക്ക് ഞങ്ങൾ പോരാ എന്ന് എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നൊരു സന്ദർഭം. അത് ഈ മനുഷ്യൻ എന്നോട് പറയുകയാണ്, മക്കളെ ഈ തലമുറയ്ക്ക് ഞങ്ങൾ പോരാ എന്നറിയാം, പക്ഷെ എന്ത് ചെയ്യാം, ശുശ്രൂഷ ചെയ്യാതിരിക്കാൻ പറ്റുമോ? പക്ഷെ നിങ്ങൾ അങ്ങനെ ആകരുത്. സെമിനാരി നന്നായി ഉപയോഗിക്കണം. 1-2 നന്നായി പ്രസംഗിക്കുന്നവരുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, അവരെ പോലെ നന്നായിട്ട് പ്രസംഗിക്കാൻ പഠിക്കണം. അങ്ങനെ കൂടുതൽ ഗുണപരമായിട്ട് ജീവിതത്തെ കണ്ടെത്തണമെന്ന് പറഞ്ഞു. ഞാൻ അപ്പച്ചൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നേ. ഞാൻ പറഞ്ഞു, ഞങ്ങൾ എത്ര വളർന്നാലും അപ്പച്ചൻ്റെ 7 അയൽപക്കത്ത് വരില്ല എന്ന് മറുപടി പറഞ്ഞു. പിന്നീട് ഈ ഡയറക്ടറുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ഞാൻ പിന്നീട് പോകുന്നത്. പിന്നീട് കാണുന്ന അദ്ദേഹത്തിൻ്റെ മൃതശരീരമാണ്. 88 ഫെബ്രുവരി 2-ാം തീയതി അദ്ദേഹം അരമനയിൽ പോയി ശമ്പളം മേടിച്ചു, ദശാംശം അവിടെ കൊടുത്ത് തിരിച്ച് വീട്ടിൽ വന്നു. അന്ന് കിടന്നു, രാവിലെ എഴുന്നേറ്റില്ല. എങ്ങനെയായിരുന്നു? ഞാൻ പറഞ്ഞത് ഈ അപ്ട്രൈനസ് ഉണ്ടല്ലോ. ജീവിതത്തിൽ ധാരാളം പേരെ, പൗരോഹിത്യ സ്ഥാനികളെയും അല്ലാത്തവരൊക്കെ നമുക്ക് പറയാൻ കഴിയും, നമ്മുടേതല്ലാത്ത ഹെഡിൽ പലതും ചേർത്ത് വെക്കാനായിട്ട് ശ്രമിക്കുന്നവരെ, ഞാൻ പറഞ്ഞത് കൊണ്ടാണ് എന്ന് പറയുന്നവരെ. വളരില്ല, വളർത്തുകയുമില്ല. അതാണ് എൻ്റെ പ്രത്യേകത. വളരില്ല, വളർത്തുകയുമില്ല. അതാണ് എൻ്റെ പ്രത്യേകത. അതുകൊണ്ട് വട്ടശ്ശേരിമനെ അനുസ്മരിക്കുമ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളായിട്ടുള്ള നിങ്ങളോട് എനിക്ക് പറയാനായിട്ടുള്ളത്, മറ്റാരുടെയും അക്കൗണ്ടിൽ വരുന്നത് നമ്മുടെ അക്കൗണ്ടിൽ ചേർത്ത് വെക്കരുത്. വളരാൻ കഴിയില്ല, ഒരു പ്രയോജനമില്ല. നാളെ അത് കണ്ടുപിടിക്കപ്പെടും. അവരുടെ അക്കൗണ്ട് അവന് വിട്ടുകൊടുക്കുക. എൻ്റെ അക്കൗണ്ടിൽ ഉള്ളതുകൂടെ മറ്റാരെങ്കിലും അല്പം ഉപയോഗിക്കുന്നെങ്കിൽ കുഴപ്പമില്ലെന്നങ്ങ് ധരിച്ചേക്കുക. പ്രയോജനമുള്ള ഈ ശുശ്രൂഷ അവിടെ കൊണ്ടേ ഉണ്ടാവുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് സ്നേഹത്തിൽ അങ്ങനെ അത്രമാത്രം സുതാര്യയുടെ ജീവിതത്തെ കാണുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ഫെലോഷിപ്പിന്റെ ഉള്ളിൽ നടക്കേണ്ട കാര്യമാണ്. ഇത് നടക്കുന്നില്ല. ഈ സഭയുടെ കേസും വഴക്കൊന്നുമില്ല. ഈ സഭയുടെ വലിയ പ്രതിസന്ധി സ്നേഹത്തിന്റെ പാരസ്പര്യത നഷ്ടപ്പെട്ട്, പ്രത്യേകിച്ച് പൗരോഹിത്യത്തിൽ.
നഷ്ടപ്പെട്ടു പോയതാണ് ഈ സഭയിൽ നിന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. ജനങ്ങൾ അത്ര അപരാധികളല്ല അക്കാര്യത്തിൽ. ഞാനിത് ഉറക്കെ പറയും, ശ്വാസമുള്ളിടത്തോളം കാലം പറയും. ഈ സഭയുടെ ഗതികേട് ഇതിന് കേസോ വഴക്കോ അല്ല. എന്തിന്റെ പേരിലാണ്? ദൈവരാജ്യത്തിന്റെ പേരിലാണോ? ഈ സഭയിലെ പൗരോഹിത്യത്തിൽപ്പെടുന്നവർ പരസ്പരം സ്നേഹിക്കാനും ആദരയോടെ കാണാനും ഒരാൾക്കൊരു കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കാനും കഴിയാതെ പോകുന്നത് ദൈവരാജ്യത്തിന്റെ പേരിലാണോ? ആണോ? അപരനെ സഹിക്കാൻ നിനക്ക് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാ? നമ്മൾ ആരെ എന്ത് പഠിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്? വിശ്വാസമുഖത്തെ പഠിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. They are far better than us. വളരെ മുമ്പിലാണ് നമ്മളെക്കാൾ. ഈ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളണ്ടേ? അപ്പൊ അതുകൊണ്ട് ഈ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്നവൻ മാത്രമേ. ഇതിന്റെ പേരാണ് നീ വളർച്ച എന്ന് പറയുന്നത്. റാ പോലും ഡാ പോലും താഴെ കിടന്ന് ഉരുളുന്നതിന്റെ പേരല്ല. ക്രിസ്തു എന്ന നീതിയൻ സൂര്യനെ നോക്കി ഉയരങ്ങളിലേക്ക് വളരുന്ന വളർച്ച എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് ദൈവം വല്ല ഒരു താഴ്ന്നു തന്നിട്ടുണ്ടെങ്കിൽ, പ്രസംഗിക്കാനുണ്ടെങ്കിൽ പിന്നെ നമ്മൾ തല ഉയർത്തി നടക്കും. പാടാൻ പ്രാപ്തി ഉണ്ടോ പിന്നെ നമ്മളാണ് യുണീക്ക്. ഒന്നുമല്ല. ഇതൊന്നും നമ്മളെ ഒരു തീരത്തും കൊണ്ടെത്തിക്കത്തില്ല. നമ്മുടെ ശബ്ദമായിരുന്നു ദൈവരാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യം എന്ന് വരില്ലേ? ഈ ശബ്ദം ഒച്ചയും തമ്മിൽ അറിയാമേ ധാരാളം വരിപ്പുണ്ട്. എനിക്കും അറിയില്ല, അതുകൊണ്ട് എത്ര ശബ്ദത്തിൽ സംസാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെ വ്യത്യസ്തമായി ചിന്തിക്കേണ്ട സാഹചര്യത്തിൽ നിൽക്കുന്നു. വളരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വളരെ വ്യത്യസ്തമായി ആ ഒരു വളർച്ച കരഗതമാക്കാൻ ഈ ജീവിതയാത്രയിൽ നമുക്ക് ധാരാളം പ്രതിസന്ധികൾ ഉണ്ടാകും. നമുക്ക് എപ്പോഴാണ് ഒരു പ്രതിസന്ധിയിൽ ദൈവകൃപ തിരിച്ചറിയാൻ കഴിയുന്നത്? അല്ലെ നമ്മൾ ദൈവകൃപയോട് ചേർന്ന് നിൽക്കേണ്ടത് സന്തോഷം വരുമ്പോഴാണോ സങ്കടം വരുമ്പോഴാണോ? ഈ വളർച്ചയിൽ ഈ രണ്ട് സമയത്തും അല്ല. വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, യൗവന കാലത്തിന് സൃഷ്ടാവിനെ ഓർക്കണമെന്നാണ് പറയുന്നത് അല്ലേ? വയ്യാതെ വരുന്നൊരു സമയം വരും. എപ്പോഴാണ് ഓർക്കണ്ടേ? യൗവന പ്രായത്തിൽ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്? പ്രായത്തിന്റെ യൗവനമല്ല, ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലും നിനക്ക് യുവത്വം നിലനിൽക്കുമ്പോൾ, സമ്പത്തിലും അറിവിലും അതുപോലെ തന്നെ ശാരീരിക ക്ഷമതയിലും ഒക്കെ നിനക്ക് യുവത്വം നിലനിൽക്കുമ്പോൾ നീ സൃഷ്ടാവിനെ ഓർക്കണം. എന്ന് പറഞ്ഞാൽ എന്താ? അപ്സ് ആൻഡ് ഡൗൺസിലല്ല ദൈവത്തെ കാണേണ്ടത്. ജീവിതത്തിൽ ദൈവകൃപയിൽ നാം ജീവിതത്തെ ദൈവകൃപയോട് ചേർത്ത് ബന്ധിച്ച് മുമ്പോട്ട് പോയാൽ ഉയർച്ച വന്നാലും താഴ്ച വന്നാലും എന്തുണ്ട്? അതുകൊണ്ടാണ് ഈ കല്യാണത്തിന് ഭാര്യ ഭർത്താക്കന്മാർ തലയിൽ കിരീടം ആവശ്യിപ്പിക്കുന്നതിനെ കുറിച്ച് ഞാൻ പറയും. ഈ കിരീടം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ കിരീടമാണ്. അതിന്റെ പ്രത്യേകത എന്താ? സന്തോഷം വന്നാൽ അഹങ്കരിക്കില്ല, അതുകൊണ്ട് തന്നെ സങ്കടം വന്നാൽ നിരാശപ്പെടത്തുമില്ല. അത് മനസ്സിലാക്കേണ്ട എപ്പോഴാണ്? നമ്മുടെ ധാരണ കുരിശ് വരയ്ക്കുന്ന എപ്പോഴാണ്? നല്ലപോലെ കുരിശ് വരയ്ക്കുന്ന എപ്പോഴാണ്? നമ്മുടെ വിശ്വാസികൾ ഇടി വെട്ടുമ്പോഴാണ്. മനസ്സിലായില്ലേ? ഇടി വെട്ടുമ്പോഴാണ്. അന്നേരം വരയ്ക്കാനുള്ള സാധനമാണ് ഈ കുരിശ്. ഈ നല്ല കുരിശ് അന്നേരം വരയ്ക്കുന്നതുകൊണ്ടല്ലോ പോകാത്തത്, സമയമാകാത്തതുകൊണ്ട് മാത്രമാണ്. എൻ്റെ ഓർമ്മയിൽ ഇടി വെട്ടിയിട്ട് ഇന്ന് വരെ ഞാൻ കുരിശ് വരച്ചിട്ടില്ല. കാരണം അന്നേരം വരയ്ക്കേണ്ടതല്ല ഈ കുരിശെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. വെണ്ണിക്കുളമ്പള്ളി വികാരി ആയിരിക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് 2 മണിക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് 2:30 ആരംഭിക്കുന്ന പ്രാർത്ഥനയ്ക്ക് പോകാനായിട്ട് പള്ളിമുറിയിൽ വന്നു. അപ്പോൾ പള്ളിയുടെ വരാന്തയോട് ചേർന്നൊരു കിഴക്ക് വശത്ത് മദ്ബാട് സൈഡിലായിട്ട് മുറിയുണ്ട്. അവിടെ കട്ടിലില്ല, ഒരു ചാരുകസേരയുണ്ട്. ജീവിതത്തിൽ ആദ്യം അവസാനമായിട്ട് എങ്ങനെയാണെന്ന് ആ ചാരുകസേരയിൽ നിന്ന് കടന്നുപോയി. അതിനുമ്പും ശേഷം കടന്നിട്ടില്ല. അതിൽ കസേരയിലിരിക്കുന്നത് മാത്രമേ ഉള്ളായിരുന്നു. അപ്രതീക്ഷിതമായിട്ടൊരു മഴയും ഇടി ആരംഭിച്ചു. അന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഇടി എൻ്റെ മുറിയിലെ സ്വിച്ച് ബോർഡ് പറഞ്ഞ് എൻ്റെ കാച്ചോട്ടി വന്നു വീഴും. എന്നിട്ട് ഞാൻ കുരിശ് വരച്ചില്ല. കാരണം അന്നേരം വരയ്ക്കേണ്ടതല്ല ഈ കുരിശെന്ന് എനിക്ക് നല്ല വിളിച്ചു പോയാൽ പോലും ആരെയും കിട്ടത്തില്ല. അത്ര അയലോക്കത്ത് വീടില്ല. മഴയിടിയും കഴിയുന്നവർ ഞാൻ ആ കസേരയിലിരുന്നു. കഴിഞ്ഞ പ്രാർത്ഥനയ്ക്ക് പോയി. ഞാൻ പറഞ്ഞത് അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഒരു വ്യക്തിത്വം, സൂഫി സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീയുടെ പ്രാർത്ഥനയുണ്ട്. ദൈവമേ, ഞാൻ നരകത്തെ ഭയപ്പെടുന്നതുകൊണ്ടാണ് നിന്നെ ആരാധിക്കുന്നതെങ്കിൽ എന്നെ നരകത്തിൽ വിടണം. ഇതൊക്കെ ക്രിസ്ത്യാനി കർത്താവ് 2ാമത് വന്നാലും പഠിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ നരകത്തെ ഭയപ്പെടുന്നത് കൊണ്ടാണ് നിന്നെ ആരാധിക്കുന്നതെങ്കിൽ എന്നെ നരകത്തിൽ വിടണം. ഞാൻ സ്വർഗത്തെ കാക്ഷിക്കുന്നതുകൊണ്ടാണ് നിന്നെ ആരാധിക്കുന്നുവെങ്കിൽ സ്വർഗം എനിക്ക് നിഷേധിക്കണം. വല്ലതും മനസ്സിലായോ? ആയോ? ഇതിന്റെ അർത്ഥം ഒരു വിശ്വാസം നരകത്തെ ഭയപ്പെടേണ്ടെന്നോ സ്വർഗത്തെ കാക്ഷിക്കേണ്ടെന്നോ ഒന്നുമല്ല.
നിന്റെ ദൈവബന്ധത്തിലുള്ള വ്യക്തിത്വം വളർത്തിയെടുക്കുന്നത് ഒന്നിനെ ഭയപ്പെടുന്നത് കൊണ്ടും മറ്റതിനെ കൂടുതൽ കാക്ഷിക്കുന്നത് കൊണ്ടുമാകരുത്. അടുത്ത സെന്റൻസാണ് പ്രധാനപ്പെട്ടത്. നീ എന്നെ സ്നേഹിച്ചു, ആ സ്നേഹത്തിന് എൻ്റെ പ്രതിഫലനമാണ് എൻ്റെ ആരാധനയെങ്കിൽ നിന്റെ മഹത്വം കാണുവാൻ എന്നെ അനുവദിക്കണം. മനസ്സിലായില്ലേ? അപ്പം നരകത്തെ ഭയപ്പെടേണ്ടെന്നോ സ്വർഗത്തെ കാക്ഷിക്കേണ്ടെന്നൊന്നും ആ പ്രാർത്ഥനയ്ക്ക് അർത്ഥമില്ല. പക്ഷെ നരകത്തെ ഒന്നിനെ ഭയപ്പെടുന്നതുകൊണ്ടാകരുത് നിന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത്, ഒന്നിനെ കാക്ഷിക്കുന്നത് കൊണ്ടാകരുത് നിന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത്. നിന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് നിന്നെ സ്നേഹിച്ചവനോട് നിന്റെ ജീവിതത്തിന്റെ പ്രതിഫലനമായിരിക്കണം നിന്റെ ആരാധന എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ അവന്റെ മഹത്വം കാണുവാനായിട്ടുള്ള അവസരം ജീവിതത്തിൽ ഉണ്ടാകും. നമ്മൾ പലതിനെയും കാക്ഷിക്കുന്നതുകൊണ്ട് പലതിനോടും ചേർന്ന് നിൽക്കുന്നു, പലതിനെയും ഭയപ്പെടുന്നതുകൊണ്ട് മറ്റു പലതിനെയും ചേർത്ത് വെക്കുന്നു, ഭയപ്പെടുത്താതിരിക്കാൻ പ്രാപ്തിയുണ്ടെന്ന് നമ്മൾ കരുതുന്നതിനെ. ഇങ്ങനെയൊക്കെയാണ് ഈ ജീവിതത്തിൽ നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനിടയാകും എന്ന് പറയുന്നിടത്ത് ക്രിസ്തു എന്ന പൂർണ്ണത നമുക്ക് അർഹതപ്പെട്ടതാണ്. We are expected to grow up to Christ. ആ വളർച്ചയ്ക്ക് നല്ല ഉദാഹരണമായി നിൽക്കുന്ന പരിശുദ്ധ വട്ടശ്ശേരി പെരുന്നാളാണ് നമ്മുടെ ആഘോഷിക്കുന്നത്. അല്പം ഒരു ബോധ്യം ഇപ്പോൾ പോകുന്നതിൽ നിന്ന് അല്പം വ്യത്യസ്തമായി ചിന്തിക്കേണ്ടതുണ്ട്. നാം ഈ ആയിരിക്കുന്ന നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എന്നുള്ളത് ബോധ്യപ്പെടാനായിട്ട് നമുക്ക് കഴിയേണ്ടത് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു വസ്തുതയാണ്. ഞാനൊരു സംഭവം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒരു സംഭവം, രണ്ട് സംഭവം പറഞ്ഞു. ഒന്ന് തിരുമേനിയുമായി ബന്ധപ്പെട്ടു, ഒന്ന് മറ്റൊരു സംഭവവുമായി ബന്ധപ്പെട്ടു. കഴിഞ്ഞ ദിവസം മറുഭാഗത്തൊരു വൈദികൻ്റെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടു. ഗീവർഗീസ് മാർ ദിവനാസ്യോസ് മെത്രാപ്പോലീത്ത കൂട്ടു ട്രസ്റ്റിമാരുടെ അവരെ അകറ്റി നിർത്തിയിട്ട് ആലപ്പുഴയിലുള്ള ഒരു വസ്തു വിറ്റ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ പേരിൽ നിക്ഷേപിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോട്ടയം മേഖലയിൽ വരുന്ന ഒരു വൈദികനാണ്, കോർപ്പിസ്കോപ്പയാണ് അതിട്ടിരിക്കുന്നത്. ആലപ്പുഴയിൽ നമുക്ക് വസ്തു ഉണ്ടായിരുന്നെന്നും അത് കൂട്ടു ട്രസ്റ്റിമാരെ പണക്കി അകറ്റി നിർത്തിയിട്ട് ആ വസ്തു വിറ്റ് പണം കുടുംബക്കാരുടെ പേരിൽ ഇട്ടുവെന്നുമാണ് അദ്ദേഹം ആരോപണം പറയുന്നത്. എനിക്കതിനൊറ്റ മറുപടിയെ പറയാനായിട്ടുള്ളൂ. ആ മറുപടി എന്താണെന്ന് ചോദിച്ചാൽ, ഞാനതിപ്പോൾ പല ആവർത്തി പലയിടത്തും പറഞ്ഞു കഴിഞ്ഞു. അനുസ്മരണ മീറ്റിങ്ങിൽ ഞാൻ ആവർത്തിച്ച് പറയേണ്ടി വന്നു. മുമ്പ് പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടെ അത് പറയേണ്ടി വന്നു. കേരളത്തിലൊരു ജഡ്ജി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേര് ജി ശങ്കരപ്പിള്ള എന്നായിരുന്നു. 1913 മുതൽ 19 വരെ അദ്ദേഹം തിരുവനന്തപുരത്ത് സ്പെഷ്യൽ ജഡ്ജിയായിരുന്നു. അതിനുശേഷം അദ്ദേഹം തിരുവിതാംകൂറിൻ്റെ ഹൈക്കോടതി ജഡ്ജിയായിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെട്ടു. അപ്പോൾ തിരുമേനിയെ കോടതി മുറിയിൽ അനേക ആവർത്തി കണ്ടയാളാണ് ജസ്റ്റിസ് ജി ശങ്കരപ്പിള്ള. പ്രത്യേകിച്ച് സ്പെഷ്യൽ ജഡ്ജി ആയിരുന്ന സമയത്ത് ആവർത്തിച്ച് തിരുമേനിയുടെ മുമ്പിൽ വന്നൊരു വ്യക്തിത്വമാണ്. തിരുമേനിക്ക് അദ്ദേഹത്തെ അതിനു മുമ്പ് പരിചയമില്ല. ഈ ജി ശങ്കരപ്പിള്ള എന്ന് പറയുന്ന വ്യക്തി തിരുമേനി 1934 കാലം ചെയ്യുമ്പോൾ അന്നത്തെ കാതോലിക്ക ഗീവർഗീസ് ബാവായിക്ക് ഒരു കണ്ടോളൻസ് കത്തയച്ചു. ആ കത്തിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, Mar Divanasios stood straight and fought for the preservation of a principle of central significance for the Church of Malabar. For this reason, he was subjected to false accusations and persecutions in various ways. He had to undergo sufferings of a serious personal nature, but he endured them all as a dedicated warrior with courage and devotion that become a real Christian. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുന്ന ഒരു കാര്യം, ചരിത്രത്തിൽ എവിടെയെങ്കിലും ഒരു ജഡ്ജി കോടതി മുറിയിൽ വാദിയായോ പ്രതിയായോ സാക്ഷിയായോ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് ആ വ്യക്തി മരിക്കുമ്പോൾ ഒരു അനുശോചന സന്ദേശം അയച്ചിട്ടുണ്ടാവുമോ? ചരിത്രത്തിൽ എവിടെയെങ്കിലും സംഭവിച്ച് കാണത്തില്ല. മനസ്സിലായില്ലേ? ഇപ്പൊ ഈ ഹൈന്ദവനായ ജഡ്ജിയെ കോടതി മുറിയിലുള്ള തിരുമേനിയുടെ സാന്നിധ്യം എത്രമാത്രം സ്വാധീനിച്ചു എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കി. അവിടെയാണ് ഈ മനുഷ്യൻ ഗീവർഗീസ് ബാവയോട് പറയുന്നത്,
വളരെ കൃത്യമായിട്ട് പറയുകയാണ്, he endured them all as a dedicated warrior with courage and devotion that become a real Christian. കോടതി മുറിയിൽ ശരിയായ ഒരു ക്രിസ്ത്യാനിയെ ജി ശങ്കരപ്പിള്ളി എന്ന് പറയുന്ന മനുഷ്യൻ കണ്ടു. ഈ ശരിയായ ക്രിസ്ത്യാനിയുടെ പേരാണെന്ത്? വിശുദ്ധൻ എന്ന്. യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ പേരാണ് നമ്മൾ പറയുന്ന വിശുദ്ധൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞ അച്ഛൻ ജി ശങ്കരപ്പിള്ളി എന്ന് പറഞ്ഞ ജഡ്ജിക്ക് ഒന്ന് ശിക്ഷത്വം പ്രാപിച്ച് കഴിയാവുന്നവരിൽ ആ പറഞ്ഞതിന് മറുപടി ആയിക്കോളൂ. അതിന് നമ്മൾ പ്രത്യേകിച്ച് മറുപടി പറയേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് മനസ്സിലാകാത്ത കാര്യം ഈ പറയുന്ന ജസ്റ്റിസിന് കോടതി മുറിയിൽ വെച്ച് ഈ മനുഷ്യനിൽ നിന്ന് മനസ്സിലായി. ക്രിസ്തു എന്ന തലയോളം ഒരാൾ വളരുന്നിടത്ത് ഈ സമൂഹത്തിന് നൽകാൻ കഴിയുന്ന ഒരു സാക്ഷ്യമുണ്ട്. ആ സാക്ഷ്യം ലോകത്തിന് മുൻപാകെ അവതരിപ്പിച്ച ആളാണ് പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി. എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ് ഒരു സംഭവം കൂടെ പറഞ്ഞിട്ട്. ഡോക്ടർ സോമനാഥ് എന്ന് പറയുന്ന ആളെ നമുക്കിപ്പോൾ അറിയാം. ISROയുടെ ചെയർമാനാണ്. ISROയുടെ ചെയർമാനായിരിക്കുന്ന അദ്ദേഹം ഈ അടുത്ത സമയത്ത് മനോരമ കോൺക്ലേവ് എന്ന് പറയുന്ന ഒരു വലിയ സംവിധാനം, ഒരു കാര്യം നടന്നു. അതിനകത്ത് രാഷ്ട്രീയക്കാർ, സംസ്ഥാനത്തുള്ളവരും ദേശീയ രാഷ്ട്രീയത്തിലുള്ളവരും ഒക്കെ എല്ലാ പാർട്ടികളുടെ ആളുകളും സംബന്ധിച്ചു. ഫ്യൂച്ചർ ഇന്ത്യ എന്നുള്ളതായിരുന്നു എൻ്റെ പ്രധാന ചിന്താവിഷയം എന്ന് പറയുന്നത്. അതിൽ ISROയുടെ ഭാഗത്തു നിന്ന് വന്നത് അതിൻ്റെ ചെയർമാനായിരിക്കുന്ന ഡോക്ടർ സോമനാഥാണ്. അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നമ്മൾ അറിയേണ്ട ഒരു ചോദ്യമാണ്. അതോട് ചോദിച്ചു, അടുത്ത സമയത്ത് ആങ്കർ ചെയ്യുന്ന ആൾ ചോദിക്കുക, ഈ അടുത്ത സമയത്ത് ISRO നടത്തിയ വിക്ഷേപങ്ങളെല്ലാം വിജയമായിരുന്നു. പക്ഷെ ആ വിക്ഷേപങ്ങളൊക്കെ വിജയമാകുമ്പോൾ താങ്കളും താങ്കളുടെ ടീമിൽപ്പെട്ടവരും കൃത്യമായി ഇത് വാച്ച് ചെയ്ത് അത് വിജയമാകുന്നൊരു സമയത്ത് എഴുന്നേറ്റ് നിന്ന് വളരെ ശാന്തമായി കൈയടിക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു വിജയം അമേരിക്കയിലോ മറ്റ് എവിടെയെങ്കിലും വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ശാസ്ത്രജ്ഞന്മാര് ഡാൻസ് കളിക്കും, തുള്ളിച്ചാടും, വലിയ എക്സ്റ്റാറ്റിക് ആയിട്ടുള്ള വലിയ സന്തോഷമൊക്കെ പങ്കിടും. എന്തുകൊണ്ടാണ് താങ്കളും താങ്കളുടെ ടീമിലുള്ളവരും അങ്ങനെ ചെയ്യാതിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് ഈ ഭാരതത്തിൻ്റെ കൾച്ചറാണ്. എൻ്റെ അഭിപ്രായത്തിൽ ആ കൾച്ചറൊക്കെ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഇത് ISRO മാത്രമല്ല, ചോദിച്ച ആളുടെ പറയും നിങ്ങളുടെ വീട്ടിലുമുണ്ട്. ഈ കൾച്ചറിൻ്റെ ഒരു ശരിയായിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങളുടെ വീട്ടിലുമുണ്ട്. അദ്ദേഹം പറഞ്ഞു, വിദേശത്ത് ഒരു വീട്ടിൽ നിന്നൊരു പുരുഷൻ പുറത്തു പോയിട്ട് തിരിച്ചു വന്നാൽ ഡോറ് തുറന്ന് ഭാര്യ ഡോറ് തുറന്ന് കൊടുക്കുമ്പോൾ, ഡോറ് പ്രത്യേകം തുറക്കേണ്ട കാര്യമൊന്നുമില്ല, പല സിസ്റ്റങ്ങളാണല്ലോ അവിടെ ഉള്ളത്. അപ്പം എന്നാലും അദ്ദേഹം പറയുകയാണ്, കയറി ചെല്ലുമ്പം ഭാര്യ ആദ്യം കാണുമ്പോൾ പറയും I love you my dear എന്ന് പറയും. ഇത് പറഞ്ഞില്ലേ വലിയ പൊല്ലാപ്പാ അവിടെ. ഒരു പ്രാവശ്യം ഒരു ദിവസം 4 പ്രാവശ്യം കയറി ചെന്നാൽ ഇത് പറയേണ്ടി വരും, ഇല്ലെങ്കിൽ വലിയ പൊല്ലാപ്പാ. പക്ഷെ നമ്മുടെ ഇവിടെ നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ കയറി വരുമ്പം ഭാര്യയോട് ഈ വാക്ക് പറയാറുണ്ടോ? എന്താ കാര്യം? അവർ ജീവിക്കുന്നത് ഈ വാക്കുകളുടെ കണക്ഷനിലാണ് ജീവിക്കുന്നത്. നമ്മൾ ജീവിക്കുന്നത് ഹൃദയത്തിൻ്റെ കൊടുക്ക വാങ്ങിലാണ്. അതുകൊണ്ട് ഇത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല, ഭാര്യയ്ക്ക് നന്നായിട്ട് മനസ്സിലാകും അത് ഉള്ളുകൊണ്ടുണ്ടെന്ന് വരികയിൽ. ഇത് ഈ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയുകയാണ്. അതുകൊണ്ട് ഈ വിക്ഷേപങ്ങൾ നടക്കുമ്പോൾ വിജയിക്കാം, പരാജയപ്പെടാം. വിജയിച്ചാൽ അമിതാഘോഷം ഉണ്ടാകുന്നവന് പരാജയപ്പെട്ടാൽ നിരാശയുണ്ടാകും. അതുകൊണ്ട് അദ്ദേഹം ഈശ്വരനെയും അവിടെ എടുത്തു പറയുന്നുണ്ട്. അതിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്യുന്നു, വിജയിച്ചാൽ മിതമായ സന്തോഷം ആ കാര്യത്തിലുണ്ട്, പരാജയപ്പെട്ടാൽ അമിതമായിട്ടുള്ള നിരാശയും ഇല്ല. കാരണം പരാജയപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ള ബോധ്യത്തോടു കൂടെ തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഈ സന്ദേശം ലോകത്തിന് കൊടുക്കേണ്ടവൻ്റെ പേരാണ് എന്ത്? ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ജീവിതത്തിലെ ക്രിസ്ത്യാനി, ഒരു വിശുദ്ധൻ, ഈ സന്ദേശം ലോകത്തിന് കൊടുക്കേണ്ടവനാണ്. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. By speaking truth in the spirit of love, we must grow up to Christ who is the head. ഇതാണ് യഥാർത്ഥത്തിൽ ജീവിതം കൊണ്ട് പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി നമ്മോട് ആവശ്യപ്പെടുന്നത്. നമുക്ക് ശിരസ വഹിക്കാം. ഇനിയും ധാരാളം കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഏറെ ദർശനത്തോടു കൂടെ ഒരു ജീവിതത്തെ രൂപപ്പെടുത്തിയെടുക്കാം. ദൈവകൃപയെ തിരിച്ചറിയാം. നാം ആയിരിക്കുന്ന ഇടത്തിൽ നമുക്കൊരു ഫെലോഷിപ്പ് ഉണ്ട്. അവിടെ നമുക്ക് മറച്ചു വെക്കാൻ അധികം കാര്യങ്ങളില്ലാതെ സുതാര്യതയോടുകൂടെ ജീവിതത്തെ ക്രമീകരിച്ച് വിശുദ്ധിയിൽ വളരാം, ക്രിസ്തു എന്ന പൂർണ്ണതയോളം. അങ്ങനെ ഈ വിശുദ്ധന്മാർ നമ്മിൽ സന്തോഷിപ്പാനും
ദൈവിക പൂർണ്ണത ആർജിപ്പാൻ നമുക്കിടയാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഉള്ള ദൈവകൃപയ്ക്കായി യാചിച്ചുകൊണ്ട് പരിശുദ്ധ ദിവനാസ്യസ്ഥിരമായിട്ട് മധ്യസ്ഥൽ അഭയപ്പെട്ടുകൊണ്ട് ഈ ഒരു അവസരത്തിനായിട്ട് പ്രിയപ്പെട്ട ജോബിനച്ചരോടും എല്ലാ വൈദികരോടും സിംഹാസന്മാരോടും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വരും.